എൻ്റെ പേര് മറിയാമ്മ സെബാസ്റ്റ്യൻ. ഇത് എൻ്റെ അമ്മച്ചിയാണ്, ത്രേസ്യാമ്മ വർഗീസ്. ഞങ്ങൾ അർത്തുങ്കൽ ബസിലിക്ക ഇടവകാംഗങ്ങളാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 20/4/2021 ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം, എൻ്റെ അമ്മച്ചി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒന്ന് വീണതിൻ്റെ ഫലമായിട്ട് നട്ടെല്ല് പൊട്ടുകയുണ്ടായി. ഞങ്ങൾ 10-75 ദിവസം 2-3 ആശുപത്രിയിലായി അഡ്മിറ്റായിരുന്നു. അപ്പോൾ അവസാനം വണ്ടാനത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മച്ചി ഫുൾ ബെഡിലായിപ്പോയായിരുന്നു. മലവും മൂത്രവും എല്ലാം ബെഡിലായിരുന്നു. ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് 10-40 ദിവസം ഞങ്ങൾ വണ്ടാനത്ത് ഓപ്പറേഷനായിട്ട് കിടന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, അമ്മച്ചി എണീറ്റ് നടക്കാൻ സാധ്യതയില്ല, തളർന്നു പോകാൻ മാത്രമാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. അതുകൂടാതെ MRI സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ സ്കാനിൻ്റെ റിപ്പോർട്ടിൽ അത് ക്യാൻസർ ആകാൻ നല്ല സാധ്യതയുണ്ടെന്ന് കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി. ഞങ്ങൾ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മച്ചി തളർന്നും പോകരുത്, എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ ഉണ്ടാകുകയും ചെയ്യരുതെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം അമ്മച്ചിയുടെ നടുവിൽ ഞാൻ തൂത്തു കൊടുക്കുമായിരുന്നു. അമ്മച്ചി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പുസ്തകം അരയിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു, ബെൽറ്റ് വെച്ച് കെട്ടും, പ്രാർത്ഥിക്കാൻ നേരം എടുക്കും, വീണ്ടും അത് അരയിൽ ബെൽറ്റിൽ കെട്ടി ധരിച്ചാണ് അമ്മച്ചി കട്ടിലേക്ക് കിടന്നിരുന്നത്. അതിൻ്റെ ഫലമായി അച്ഛൻ്റെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഫോണിൽ ഞാൻ അമ്മച്ചിക്ക് വെച്ച് കൊടുക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായി പ്രാർത്ഥനയുടെയും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെയും ഫലമായി അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മച്ചി നടക്കുകയും ഡോക്ടർ അപ്പം തന്നെ പുറത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മൾ പേടിച്ചതുപോലെ ഒരു കുഴപ്പവുമില്ല, അമ്മച്ചിക്ക് ക്യാൻസറിൻ്റേതായ ഒരു കുഴപ്പങ്ങളുമില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ അതിൽ നിന്നും അമ്മ കരകയറ്റി. അതിനമ്മയ്ക്ക് നന്ദി പറയുന്നു. വീണ്ടും അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൃത്യം 3 മാസമായപ്പോൾ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ 5ാമത്തെ വാരിയെല്ലിന് പൊട്ടലുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നില്ലെന്നും പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമെന്ന് ആരോ പറയുന്നത് പോലെ. അപ്പം ഞാൻ ആ ലിഫ്റ്റിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്ത ആരെങ്കിലും എന്നോട് പറയണം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ, എന്നാൽ മാത്രമേ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയുള്ളൂ മാതാവേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ലിഫ്റ്റിൽ ഒരു 10-12 പേരിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി ലിഫ്റ്റിൽ നിന്ന് എന്നെ വഴക്കിട്ടു, ഡോക്ടർ പറഞ്ഞ കേൾക്കാതെ നീ പോകുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ 10-12 പേരിൽ ആരും മിണ്ടിയില്ല. ഒരു സ്ത്രീ മാത്രം അമ്മച്ചിയോട് കാര്യം ചോദിച്ചു, എന്താണ്? അപ്പോൾ അമ്മച്ചി കാര്യം പറഞ്ഞു, ഇങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അവിടെ അഡ്മിറ്റ് ആകുന്നില്ല. അപ്പോൾ അവർ വളരെ അധികാരമുള്ള ഒരു സ്വരത്തിൽ എന്നെ അവർ വഴക്കിട്ടു, നീ ഇവിടെ ഡോക്ടർ പറയാതെ കേൾക്കാതെ വീട്ടിൽ പോയിട്ട് നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ വന്നാൽ നിന്നെ അവർ സ്വീകരിക്കുമോ? അതുകൊണ്ട് വേഗം പോയി ബുക്ക് എടുത്ത് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പുറത്ത് വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ ആ സ്ത്രീ വീണ്ടും എൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തു. ഞാൻ ആ ചേച്ചിയെ വിളിച്ചു, ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നേ, ചേച്ചി ഉടമ്പടി എടുത്തതാണെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി വേഗം സാരിയുടെ ഇടക്കുന്ന് ഇങ്ങനെ മാല ഉയർത്തി കാണിച്ചിട്ട് നമ്മുടെ ഉടമ്പടി കാശുരൂപത്തിൻ്റെ ലോക്കറ്റ് ആ ചേച്ചിയുടെ കഴുത്തിൽ കിടപ്പുണ്ടായിരുന്നു. എൻ്റെ മാളെ, എൻ്റെ മാതാവാണ് എനിക്കെല്ലാം, ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. അങ്ങനെ ആശുപത്രിയിൽ കിടന്നു. ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസമൊന്നും എനിക്ക് കുഴപ്പമില്ല. 3ാമത്തെ ദിവസം ആയപ്പോൾ എനിക്ക് തീരെ വയ്യാതെയെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഗ്യാസ് എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ പോന്നു, ഭയങ്കര പുക നിറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്നത്തെ ദിവസം ഞാൻ ഫുള്ള് ഉറങ്ങിയില്ല ഒട്ടും. അതുതന്നെയല്ല, രാവിലെ മുതലേ എനിക്ക് മൂത്രം പോകുന്നില്ല, ഭക്ഷണം കീഴ്പോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. ഈ 5ാമത്തെ വാരിയൽ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ശ്വാസകോശത്തിന് ചെറിയൊരു ചുരുക്കമുണ്ടായിരുന്നു. അതിൻ്റെ എന്തോ അസ്വസ്ഥതയുടെ ഭാഗമായിട്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണെന്ന്. എനിക്ക് ഭക്ഷണം കീഴ്പോട്ടിറങ്ങുന്നില്ല, ഭക്ഷണം ഈ ഭാഗത്ത് വന്നിങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. ഒരു 2 സ്പൂൺ കഞ്ഞി മാത്രമാണ് ഞാൻ കുടിക്കുന്നത്. ആ കഞ്ഞി കുടിച്ചാൽ തന്നെ തൊണ്ടയുടെ ഇവിടെ വന്നിരുന്നിട്ട് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ തൊണ്ടക്കിട്ടെങ്ങാനും ഒന്ന് കൊള്ളുകയാണെങ്കിൽ ഉടനെ ഈ ഭക്ഷണം അനക്കം തട്ടുമ്പോൾ കക്കി പുറത്തോട്ട് പോരുമായിരുന്നു. അപ്പോൾ ഭക്ഷണവും ഒന്നും കീഴ്പോട്ടുമില്ലാത്തതുകൊണ്ട് എനിക്ക് മൂത്രം പോകുന്നില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം കൊച്ചു ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്കിങ്ങനെ ഭക്ഷണം കീഴ്പോട്ടിറങ്ങുന്നില്ല, എനിക്ക് മൂത്രവും പോകുന്നില്ല. അപ്പോൾ പറഞ്ഞ് നമുക്ക് നോക്കാം, നാളെ മെയിൻ ഡോക്ടർ വരുമ്പോൾ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. എനിക്ക് വേദന കൊണ്ട് ഒരു തരത്തിലും കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു. സിസ്റ്റർ വന്ന് 3-4 ഇഞ്ചക്ഷൻ തന്നു, ട്രിപ്പ് ഇട്ടു, എന്നിട്ടും ഒരു കുറവില്ല. വെളുപ്പിന് 4 മണിയായപ്പോൾ ഞാൻ ഓർത്തു, ഇന്നലെ രാവിലെ ഞാൻ മൂത്രമൊഴിച്ചതല്ലേ, ഒന്ന് മൂത്രമൊഴിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ടോയ്ലറ്റിൽ പോയി
ഒത്തിരി പ്രഷർ കൊടുത്തിട്ടും മൂത്രം വരുന്നില്ല. ഒരു 1-2 തുള്ളി, അതും നല്ല കടും മഞ്ഞയും ചുവപ്പും കലർന്ന കളറിൽ 1-2 തുള്ളി മൂത്രം വന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നിട്ട് എനിക്ക് കിടന്നപ്പോൾ തൊട്ട് എൻ്റെ കാലിൻ്റെ വെള്ള തൊട്ട് തണുത്ത് മരവിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് കൃപാസനം ഹീലിംഗ് പ്രെയർ എന്ന് ഫോണിൽ അടിച്ചു കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന വന്നു. ആ പ്രാർത്ഥനയിൽ ആദ്യം അച്ഛൻ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മൂത്രം പോകുന്നില്ലായിരുന്നെന്ന്. അങ്ങനെ അതുകൂടി അടുത്ത പ്രാർത്ഥന അച്ഛൻ ശ്വാസകോശ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ശ്വാസത്തിൻ്റെ എന്തോ പ്രശ്നം ഇവിടെ തടസ്സമുള്ളത് കൊണ്ടാണ് ഭക്ഷണം കീഴ്പോട്ട് ഇറങ്ങാത്തതെന്ന്. അങ്ങനെ ഈ 2 പ്രാർത്ഥനയും കരഞ്ഞുകൊണ്ട് ഞാൻ കൂടി, നാളെ എന്നെ വേറെ എങ്ങോട്ടും ആശുപത്രിയിലോട്ട് മാറ്റാനിടയാക്കരുത്, എനിക്ക് എന്തു തന്നെയാണേലും അമ്മ മാതാവ് എനിക്കിത് മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കിടന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്തപ്പോൾ നമ്മളുടെ നോർമൽ കളറിൽ, അതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കിപ്പോഴും അറിയില്ല, നോർമൽ കളറിൽ എൻ്റെ മൂത്രം പെട്ടെന്ന് പോയി. കാര്യം 24 മണിക്കൂർ ഏകദേശം അപ്പോൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ യാതൊരു തരത്തിലും ആ നോർമൽ കളറിൽ മൂത്രം പോകാൻ ഒരു സാധ്യതയുമില്ല, നമുക്കെല്ലാവർക്കും മനസ്സിലാവും. അത് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കണമെന്ന് തോന്നി. പിന്നെ വെള്ളം കുടിച്ചപ്പോഴാണ് മനസ്സിലായത്, കാല് വയറാകുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ, വെള്ളം ഇങ്ങനെ കീഴ്പോട്ട് ഇറങ്ങി വയറിൻ്റെ ഈ ഭാഗത്തൂടെ ഇറങ്ങി ഇങ്ങനെ പോകുന്നത്. എനിക്ക് എന്തോ ഒരു തടസ്സമുണ്ടായിരുന്നു. അത് ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ ആശുപത്രിയിൽ വെച്ച് അതെനിക്ക് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ മാറ്റിത്തന്നു. അതിനമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ ഈ ആശുപത്രിയിൽ കിടക്കേണ്ട കാര്യമുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി പോരാൻ ഞാൻ ഡോക്ടറിനോട് ഒത്തിരി നിർബന്ധിച്ചു. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, താൻ ഇവിടെ കിടക്കുന്നത് പോലെ അനങ്ങാതെ വീട്ടിൽ ചെന്ന് കിടന്നില്ല എന്നുണ്ടെങ്കിൽ വാരിയല് പൊട്ടിയതുകൊണ്ട് അത് ശ്വാസകോശത്തിൽ കുത്തിക്കയറാനും 5 മിനിറ്റ് കൊണ്ട് ലങ്സിൽ വെള്ളം കെട്ടിയിട്ട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് മാതാവിനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത്. അത് കഴിഞ്ഞ് വീണ്ടും 1.5 ആഴ്ച വീട്ടിൽ റെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ വാരിയൽ പൊട്ടിയതിൻ്റെ വേദനയെല്ലാം നല്ല വേദനയായിരുന്നു. ആ വേദനയെല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള സഹനമായിട്ടാണ് ഞാൻ മാതാവിനെ കാഴ്ചവെച്ചത്. അങ്ങനെ അതിനെ തുടർന്ന് ജോസഫ് അച്ഛൻ്റെ വന്ന് കൈവെപ്പ് പ്രാർത്ഥന ഞാൻ കൂടി. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ശ്വാസകോശം റെഡിയാകുന്നതിന് വേണ്ടി റെസ്പൈറോമീറ്റർ എന്ന് പറഞ്ഞൊരു ഉപകരണം എനിക്ക് തന്നിരുന്നു. അത് ഊതി അതിൽ 3 ബോളുണ്ട്, ആർക്കെങ്കിലും അറിയാൻ പറ്റും. ആ 3 ബോളും നമ്മൾ ഉയർത്തണമായിരുന്നു, നമ്മളുടെ ശക്തി കൊണ്ട് ഊതി ഉയർത്തണമായിരുന്നു. പക്ഷേ ഞാൻ എത്ര ഊതിയിട്ടും ഒരു ബോൾ പൊങ്ങുന്നുണ്ട്, 2ാമത്തെ ബോളിൻ്റെ പകുതി വരെ, ബാക്കി 2ാമത്തെ ബോൾ പോലും ഫുള്ള് പൊങ്ങുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നെ കളിയാക്കി ചോദിക്കുമായിരിക്കും, തനിക്ക് ശ്വാസകോശം ഇല്ലേടോ? ഞാൻ പറഞ്ഞു, ഡോക്ടറെ ശ്വാസകോശം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പക്ഷേ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ആ സ്പൈറോമീറ്റർ ഊതിയപ്പോൾ അത്ഭുതകരമായി 3 ബോളും പൊങ്ങി. അപ്പോൾ എൻ്റെ ഇത് സൗഖ്യപ്പെട്ടുവെന്നാണ് അതിൻ്റെ അടയാളം. അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. വീണ്ടും അടുത്തത് 2017 ഞാനിവിടെ ഒരു മരിയൻ കൃപാഭിഷേക ധ്യാനം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനത് കൂടിയ സമയത്ത് എനിക്കൊരു പ്രാർത്ഥന കിട്ടി. ഞാനിപ്പോൾ പറയുന്ന സമയം പോലും എടുക്കുന്നില്ല ആ പ്രാർത്ഥന എനിക്ക് കിട്ടിയത്. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: പരിശുദ്ധാത്മാവ് തന്നെയായ പരിശുദ്ധ മറിയമ്മേ, അമ്മയുടെ ഉദരത്തിൽ എന്നെ ഒരു ഭ്രൂണമായി സ്വീകരിക്കണമേ, പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ എന്നെ ഈശോയുടെ മടിയിൽ പ്രസവിക്കണമേ. ആ പ്രാർത്ഥന കേട്ട് പെട്ടെന്ന് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന 2-3 പ്രാവശ്യം അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രാർത്ഥിച്ചു. 2017 എനിക്ക് ഈ പ്രാർത്ഥന കിട്ടിയത്. പിന്നെ പതിയെ ഞാൻ ആ പ്രാർത്ഥന മറന്നുപോയി. ഈ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് എനിക്ക് നടക്കാൻ അനുവാദമില്ല, ഞാൻ കിടന്നുകൊണ്ട് ആരാധന കൂടുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് 2025 ജനുവരിയിൽ, 2017 കിട്ടിയ മെസ്സേജാണ്, 2025 ജനുവരിയിൽ ആരാധന കൂടുന്ന സമയത്ത് പെട്ടെന്ന് ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിലോട്ട് വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്, അത് തന്നെയാണ് ഉടമ്പടി, മാതാവിൻ്റെ മടിയിൽ പ്രസവിക്കുന്നത് നിൻ്റെ മരണമാണെന്നും. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ഇപ്പോൾ 5 വർഷമാകുന്നു ഞാൻ ഉടമ്പടിയിലായിട്ട്. മാതാവിൻ്റെ സമയമായപ്പോൾ എന്നോട് പറഞ്ഞു തന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം. അങ്ങനെ
ഇവിടെ ഉടമ്പടിയിൽ ഞാൻ ഈ പ്രാവശ്യത്തെ നിയോഗമായി അതെഴുതി എൻ്റെ പേരെഴുതിയിട്ട് എന്നെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി സ്വീകരിക്കണമേ, പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഈശോയുടെ മടിയിൽ പ്രസവിക്കണമേ. അതിനുശേഷമാണ് ഇവിടെ വന്നിരുന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ മാതാവ് അവസരം നൽകിയത്. അതിപ്രകാരമാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നമ്മളെ ഓരോരുത്തരെയും അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി സ്വീകരിക്കുകയാണ്. ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നത് പോലെ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി സ്വീകരിച്ചുകൊണ്ട് രൂപപ്പെടുത്തി ഉടമ്പടിയിലൂടെ വളർത്തി ക്രിസ്തുവിൻ്റെ മടിയിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാവിനെ ക്രിസ്തുവിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നാണ് അമ്മ എനിക്ക് 8 വർഷങ്ങൾക്ക് ശേഷം അമ്മ അത് മനസ്സിലാക്കി തന്നത്. ഇത്രയും വലിയ കാര്യം ചെയ്ത അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. വീണ്ടും അടുത്തതായി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്പോൺസറുണ്ട്. അവർ UK വിദേശികളാണ്. അവരെൻ്റെ അച്ഛനും അമ്മയാണ്. ഞങ്ങൾ അതുപോലെ തന്നെയാണ് അവരെ സ്നേഹിക്കുന്നത്. അവർ ഡിസംബർ 14 കേരളത്തിൽ വന്നു. ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞാൻ അവരുമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നു. മാതാവിനെ കാണിച്ചു കൊടുത്തു. മാതാവിൻ്റെ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവർ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഡിസംബർ 8 ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോൾ ഒരു മോതിരം, അതായത് ഇന്ദ്രനീല കല്ല് പതിപ്പിച്ച ഒരു മോതിരം അവർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ട് പറഞ്ഞു, നമ്മളെ തമ്മിൽ ദൈവമാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം സത്യമാണോ എന്നറിയാൻ ഞാൻ കുറേ നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സത്യമാണെന്ന് കൃപാസനത്തിൽ വന്നപ്പോൾ ദൈവം കൊടുത്ത ബോധ്യത്തിൻ്റെ പുറത്താണ് അവർ ഈ മോതിരം തന്നിട്ട് പറഞ്ഞത്, ഞങ്ങളിനി വരികയില്ല, അതുകൊണ്ട് നീ ഇതിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മോതിരം തന്നത്. ഇപ്പോൾ നമ്മുടെ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഇന്ദ്രനീലക്കല്ല്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അമ്മ എൻ്റെ ഉടമ്പടി അമ്മ അംഗീകരിച്ചത് കൊണ്ടാണ് എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്നതെന്ന്. അത് കഴിഞ്ഞ് ജോസഫ് അച്ഛൻ തുടർന്നുള്ള 2-3 പ്രാവശ്യത്തെ ആരാധന കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു ആരാധനയിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, അടുത്ത ഉടമ്പടിയുടെ പേപ്പറിൻ്റെ കളറ് ഇന്ദ്രനീല കളറാണെന്ന്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. മാതാവിൻ്റെ ഉടമ്പടി സ്വീകരിച്ചു, അതുകൊണ്ടാണ് മാതാവിനിക്ക് മോതിരം തന്നതെന്ന്. അതിന് അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, വൃദ്ധസദനത്തിൽ രോഗികളെ കുളിപ്പിക്കാൻ ഞാൻ പോകാറുണ്ട്. പിന്നെ കൃപാസനം പത്രം എല്ലായിടത്തും വിതരണം ചെയ്യുന്നു. ആരെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉപേക്ഷിച്ച് വെച്ചേക്കുന്ന പത്രങ്ങളാണെങ്കിലും എല്ലാം ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരമായി എൻ്റെ മനസ്സിൽ തോന്നിച്ചത്, ദൈവവചനം എഴുതി ഓരോ പത്രത്തിൻ്റെ കൂടെയും പ്രിൻറ്റ് ചെയ്ത്, അതായത് ഞാൻ പച്ച കളറിലുള്ള പേപ്പർ വാങ്ങി ഒരു പേപ്പർ എടുത്ത് കയ്യിൽ പിടിച്ച് അത് കിട്ടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലും, ബൈബിൾ തുറന്ന് ഒരു വചനമെടുത്ത് അത് കൃപാസനത്തിലെ മറ്റ് സാക്ഷ്യങ്ങളൊന്നും മറഞ്ഞു പോകാത്ത രീതിയിൽ ഞാനതിലൊട്ടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യും. പിന്നെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാറുണ്ട്. ആശുപത്രിയിൽ പോയി രോഗികളെ കാണുകയും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ തുടരുവാനുള്ള കൃപ മാത്രം അമ്മ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ആവേ മരിയ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 7-ാം തിരുവചനം. യേശു സമീപിച്ചവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. യേശുവിൽ പ്രിയമുള്ളവരെ, മറിയാമ്മ സെബാസ്റ്റ്യൻ ചേർത്തലയുടെ സാക്ഷ്യം, ആ മോൾക്ക് ഓരോ നിമിഷവും ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ നൽകിയ കാര്യങ്ങളാണ് ജീവനോടുകൂടി അൾത്താരെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ അവതരിപ്പിച്ചത്. തൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന രോഗസൗഖ്യത്തെക്കുറിച്ചും തനിക്കുണ്ടായിരുന്ന സൗഖ്യത്തെക്കുറിച്ചുമാണ്. ഡോക്ടർമാരൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഒരു ഉടമ്പടിയെടുത്ത ആൾ വന്ന് പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ഡോക്ടർമാർ പറഞ്ഞിട്ട് വീട്ടിൽ പോകാൻ ഒരുങ്ങിയ കുട്ടിയാണ്. ഒരു ഉടമ്പടി എടുത്ത ആൾ വന്ന് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കും. അതുതന്നെ പരിശുദ്ധമ്മ ഒരു വ്യക്തിയെ ഒരുക്കി. അവർ ലിഫ്റ്റിൽ കയറിയപ്പോഴത്തേക്ക് ഒരു സ്ത്രീ ചെന്നിട്ട് പറഞ്ഞു, മോളെ ഡോക്ടർമാർ പറയുന്നത് അനുസരിക്കുമെന്ന്. ഇല്ല, ഞാൻ അനുസരിക്കില്ലെന്നുള്ള മനോഭാവത്തിൽ താഴെ ചെന്നിരുന്നിട്ട്
വീണ്ടും ആ സ്ത്രീ ചെന്ന് പറയുകയാണ്. അമ്മ അവരെ വിടാതെ തുടർന്ന് പ്രവർത്തിക്കാൻ ആ സ്ത്രീയെ ഒരുക്കുകയാണ്. അവർ എന്ന് പറഞ്ഞു, മോളെ നീ ഹോസ്പിറ്റലിൽ ഏതായാലും അഡ്മിറ്റാകാൻ. അങ്ങനെ അഡ്മിറ്റായപ്പോഴാണ് ദേഹത്തിനുണ്ടായ രോഗവിവരം അറിയുന്നത്. ശ്വാസകോശ ചുരുക്കങ്ങൾ, ശ്വാസം കിട്ടാതെ അവസ്ഥകൾ, വാരിയെല്ലാം പൊട്ടി തകർന്നിരിക്കുന്ന അവസ്ഥകൾ, ഇതിലെല്ലാം പരിശുദ്ധ അമ്മ കൊടുക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി നിൽക്കുക. അമ്മയെ കൈവിട്ടുള്ളൊരു കളിയും എനിക്കില്ല. പരിശുദ്ധമ്മയോട് ചേർന്ന് നിൽക്കുക. അമ്മ എന്ത് പറയുന്നു? ഉടമ്പടിയിൽ ജീവിതത്തിലൂടെ എന്ത് അച്ഛൻ പറയുന്നു? യൂട്യൂബിൽ ആരാധന മുടങ്ങാതെ കൂടുക. അച്ഛൻ എന്താണ് ഇന്ന് എനിക്ക് വേണ്ടി പറഞ്ഞു തരുന്നതെന്ന് അമ്മ, ഈ പരിശുദ്ധ അമ്മ അച്ഛനോട് എന്താണ് പറയുന്നത് അതെനിക്ക് കേൾക്കാനായി യൂട്യൂബിൽ ആരാധന കൂടുകയാണ്. ഇതാണ് ഉടമ്പടി ജീവിതം. യൂട്യൂബിൽ ആരാധന കൂടാമെന്ന് പറഞ്ഞ എത്ര മക്കളാണ് കൂടാതെ ഇരിക്കുന്നത്? പരിശുദ്ധ അമ്മയോട് വാക്ക് പറഞ്ഞതാണെന്ന് ഓർക്കണം. ഈ മോൾ അതല്ല ചെയ്തത്. യൂട്യൂബിലെല്ലാം വരുന്ന പ്രാർത്ഥനകൾ അച്ഛൻ്റെ യൂട്യൂബിൽ ആരാധന കൂടുകയാണ്. അച്ഛൻ ഇന്നെനിക്ക് വേണ്ടി എന്ത് പറയുന്നു? അങ്ങനെ അച്ഛൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധ അമ്മ പറയുന്നത് കേട്ടനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുകയാണ്. അതാണ് ഉടമ്പടി ജീവിതത്തിൽ ദൈവം കൊടുക്കുന്നത്. 2017 സംഭവം ഉണ്ടായിരുന്നു. അതിപ്പോൾ വിവരിക്കുകയാണ്. പരിശുദ്ധമ്മയെ അമ്മയുടെ വയറ്റിലൊരു ഭ്രൂണമായിരിക്കണം, എന്നിട്ട് ഈശോയുടെ മടിയിലേക്ക് എൻ്റെ അന്ത്യനാളിൽ സമർപ്പിക്കണമെന്ന്. എന്ത് ജീവനുള്ള സാക്ഷ്യമാണ്! ഉടമ്പടി ജീവിതം ഇതാണ്. പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധമ്മയുടെ വയറ്റിലൊരു ഭ്രൂണമായി എന്നെ വളർത്തണമേ, എന്നിട്ട് ദിനത്തിൽ നിത്യജീവനിൽ എന്നെ ഈശോയുടെ മടിയിൽ ചേർക്കാൻ അമ്മ ഒരുക്കണമേ. അമ്മ ഒരുക്കി തരും. ഇങ്ങനെ ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത വലിയ സംഭവം ഈ മോളുടെ ജീവിതത്തിലേക്ക് കൊടുത്തതിനെ ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. എൻ്റെ പേര് നീനു എലിസബത്ത് ബാബു. എൻ്റെ സ്ഥലം തിരുവല്ലയാണ്. ഞാൻ ജോലി ചെയ്യുന്നത് മാഞ്ചസ്റ്റർ UK-യിലാണ്. കൃപാസന അമ്മ വഴി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും അനുബന്ധ അനുഗ്രഹങ്ങളെയും കുറിച്ച് പറയുവാനായിട്ട്, അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ വിശുദ്ധ സ്ഥലത്ത് നിൽപ്പാൻ എന്നെ അനുഗ്രഹിച്ച സ്വർഗത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് മെയ് 20-നാണ്. 2025 മെയ് 20-നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ കാലിന്, എൻ്റെ ലെഫ്റ്റ് കാലിന് UK-യിലെ ഒരു എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരികയും അവിടുന്ന് ഒരു ആൻറ്റിബയോട്ടിക് എടുത്തത് മൂലം എൻ്റെ കാലിന് ഒരു ബ്ലിസ്റ്റർ ഫോം ആവുകയും അവരത് കീറുകയും ചെയ്തു. കീറിക്കഴിഞ്ഞ് കുറച്ച് 1-2 മാസത്തിനുള്ളിനകത്ത് ഒരു ഇൻഫെക്ഷൻ, ഒരു ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ ഗ്രോത്ത് ആവുകയും അത് മേളിലേക്ക് കയറി വരികയും എൻ്റെ ലെഫ്റ്റ് കാല് മുട്ടിന് വെച്ച് മുറിക്കണമെന്ന് പറയുകയും ചെയ്തു. അവിടെ ആ 3 അങ്ങനെ ഞാൻ ഏപ്രിൽ മാസം മുതൽ ഞാൻ സിക്ക് ലീവിലായിരുന്നു. അതങ്ങനെ പെട്ടെന്ന് ഞാൻ ജൂലൈയിൽ ഞാൻ നാട്ടിലേക്ക് വരികയുമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് വേണ്ട, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുവാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. അങ്ങനെ ടോട്ടൽ 5 സർജറി എൻ്റെ കാലിന് കഴിഞ്ഞു. എന്നിട്ടും പക്ഷെ മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ കർത്താവുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. കർത്താവിനോട് സംസാരിക്കാറുണ്ട്, ദർശനങ്ങളെ കാണാറുണ്ട്, സ്വപ്നങ്ങളെ കാണാറുണ്ട്. അപ്പം എനിക്ക് ഒരു തോന്നൽ വന്നു, ഞാൻ സൺഡേ സ്കൂളിൽ പോയിട്ടും അങ്ങനെ ദൈവവുമായിട്ട് ഒത്തിരി അടുത്ത് ജീവിച്ചിട്ടും എനിക്കിങ്ങനെ ഒരു കഷ്ടത എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യമായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ വരികയുണ്ടായി. കാരണം എനിക്ക് അത്രയും കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഞാൻ കട്ടിലിൽ തന്നെയായിരുന്നു. എനിക്ക് കട്ടിലിൽ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ വലിയ മെഷീനൊക്കെ കണക്ട് ചെയ്ത് ഞാൻ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അമ്മയാണ് എന്നോട് പറയുന്നത്, നിൻ്റെ വേ ഓഫ് പ്രെയർ ഒന്ന് മാറ്റി നോക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ അമൃതയിൽ അഡ്മിറ്റായി കിടന്നപ്പോഴാണ് കൃപാസന അമ്മയെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത്. എൻ്റെ ഓപ്പോസിറ്റ് ബെഡിൽ ഒരു ആൻറ്റിയാണ് എന്നോട് പറയുന്നത്. അങ്ങനെ ഞാൻ ആ ആൻറ്റി എനിക്ക് എൻ്റെ കഞ്ഞിക്കകത്ത് എനിക്ക് ഉപ്പിട്ട് തരികയൊക്കെ ചെയ്തു. ഞാൻ
അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഈ ജൂലൈ മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലിൽ അത് ഇൻഫെക്ഷൻ ആവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ഭയങ്കര എൻ്റെ ജോലിക്കും പ്രശ്നമായി, ടെർമിനേഷൻ എന്നുള്ള അവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജൂൺ 16-ാം തീയതി ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഒരു അത്ഭുതം തന്നേ പറ്റുള്ളൂ. കാരണം ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, നോഹയുടെ പെട്ടകം അരരാത് പർവ്വതത്തിൽ ഉറച്ചത് 7-ാം മാസം ആണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജൂൺ മാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട്, അമ്മ എനിക്ക് നെക്സ്റ്റ് മാസം എനിക്കൊരു അനുഗ്രഹം തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും, പ്രതീക്ഷീകരണ പ്രാർത്ഥനയിലെല്ലാം എപ്പോഴും ഞാനിങ്ങനെ തൈലം പുരട്ടി, കാലിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഫുഡ് കഴിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഡെയിലി ഡ്രസ്സിങ് ആണ് ചെയ്യുന്നത്. എൻ്റെ അമ്മയാണ് എനിക്ക് ഡ്രസ്സിങ് ചെയ്തു തന്നുകൊണ്ടിരുന്ന കാലിന്. അങ്ങനെ ജൂലൈ മാസം 17-ാം തീയതി ഡ്രസ്സിങ് ചെയ്യാനായിട്ട് ഡ്രസ്സിങ് ഓപ്പൺ ചെയ്തപ്പോൾ അങ്ങനെ ആ വൂണ്ട്, അത് വലിയൊരു കുഴിയായിരുന്നു ചെറിയ വിരലിൻ്റെ താഴെയായിട്ടത്. കാരണം എനിക്ക് എൻ്റെ കാലിൻ്റെ അടിയിൽ എനിക്ക് ഫ്ലഷ് ഇല്ല, മാംസമില്ല, അത് ഫുള്ള് അത് സ്കൂപ്പ് ചെയ്ത് എടുത്ത് കളഞ്ഞതാണ്. പിന്നെ എൻ്റെ ഈ കാലിൽ നിന്ന് ഇവിടെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്തതാണ്, ഇവിടുന്ന് തൊലിയെടുത്ത് കാലിൻ്റെ അടിയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അന്നേരം അങ്ങനെ എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ആ കുഴി അവിടെ കാണുന്നുണ്ടായിരുന്നില്ല ജൂലൈ 17-ാം തീയതി. അപ്പം ഞാൻ അമ്മേനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതിന് ശേഷം അമ്മ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അത്രയ്ക്കും വലിയ വലിയ കാര്യങ്ങളാണ്. കാരണം മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞു. കാരണം അവർ ശരിയാകും എന്ന് പറയുന്നതല്ലാതെ അതങ്ങോട്ട് എനിക്ക് ഒന്നും, കാരണം പുതിയ മുറിവ് ഉണ്ടാകുന്നു, എല്ലിലേക്ക് ബാധിക്കുന്നു. അവസാനം ഡോക്ടർ പറഞ്ഞു ചെറിയ വിരൽ മുറിച്ച് കളയണം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അമ്മയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഞാൻ അമ്മയുടെ ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുകയും പിന്നീട് അച്ഛൻ്റെ ടോക്കുകളൊക്കെ ദിവസവും എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ അമ്മയുമായിട്ട് ഒത്തിരി കൂടുതൽ അടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ ഒരു മുറിവ്, നോൺ ഹീലിംഗ് അൾസർ എനിക്ക് അമ്മയുടെ കൃപയാൽ എനിക്കത് ഉണക്കി തന്നു. 2, ഞാൻ എൻ്റെ 5 സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓറൽ ആൻറ്റിബയോട്ടിക് എടുത്തപ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ് കൂടുകയും അത് 2-3 പ്രാവശ്യം എനിക്കത് ഭയങ്കര പുഷ്പരിയിലൊക്കെ ഞാൻ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ എൻ്റെ ഹാർട്ട് റേറ്റ് 200-250 ഒക്കെ ആവുകയും ഭയങ്കര വെപ്രാളപ്പെടുന്നൊരവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം അത് മുതൽ ഞാൻ ഈ കാശുരൂപ എപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ അമ്മേനെ ഞാൻ ഉടമ്പടി എടുക്കുവാൻ വേണ്ടിയിട്ട് മാർച്ച് 12-ാം തീയതി വരികയും അപ്പോൾ അമ്മയുടെ കാശുരൂപം എനിക്ക് തരികയും ഉണ്ടായി. അപ്പോൾ എപ്പോഴും ഞാൻ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിൽ വെക്കാറുണ്ട്. അപ്പോൾ അന്നേരം എപ്പോഴും ഒരു ദിവസം കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയ സമയത്ത് ഞാൻ ടേബിളിൽ ഊരി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സഡൻ BP ലോ ആകും. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ ഞാൻ ഇങ്ങനെ കിടന്ന് എന്തോ ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹാർട്ട് റേറ്റ് കൂടുകയും ഭയങ്കരമായിട്ട് വെപ്രാളം വരികയും ചെയ്തു. അപ്പം ഞാൻ അമ്മയോട് പെട്ടെന്ന് പറഞ്ഞു, അമ്മ കാശുരൂപം എടുത്ത് തരാൻ പറഞ്ഞു. കാശുരൂപം തിരിച്ച് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചപ്പം എനിക്ക് അടുത്ത വാക്ക് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റൻ്റ്ലി എന്നുള്ള വാക്ക് എനിക്കിപ്പം പറയാനായിട്ട് കിട്ടുന്നത്. തൽക്ഷണം തന്നെ എൻ്റെ ഹാർട്ട് റേറ്റ് 200-220 നിന്ന് 160 വരികയും പിന്നീട് എനിക്ക് ഒരു 2-3 മാസമായിട്ട് എൻ്റെ ഹാർട്ട് റേറ്റിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടുമില്ല. 3-ാമത്തെ കാര്യം, ഞാൻ ജാനുവരിയിൽ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു പതുക്കെ നടക്കാൻ തുടങ്ങുക എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാഞ്ചസ്റ്ററിലേക്ക് ഞാൻ തിരികെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫെബ്രുവരി 5-ാം തീയതി ഞാൻ കിടന്നു. ഫെബ്രുവരി 6-ാം തീയതി ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മുൻപിൽ മുഴുവൻ ഇരുട്ടാണ്. അന്നേരം ഒന്നും മനസ്സിലായില്ല, എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും പെട്ടെന്ന് അതേ കൂട്ട് തന്നെ നാട്ടിലേക്ക് തിരികെ വരികയും മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുകയായിരുന്നു. അങ്ങനെ അന്നേരമൊക്കെ തന്നെയും അമ്മയുടെ തൈലം ഉപയോഗിച്ച് എൻ്റെ കണ്ണിൽ ഞാൻ പുരട്ടി, 2 കണ്ണുകളിലും പുരട്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു.
കാരണം എനിക്ക് ഈ ആൻറ്റിബയോട്ടിക് ഇങ്ങനെ എടുത്തത് മൂലം എനിക്ക് ഭയങ്കരമായിട്ട് ഛർദിലൊക്കെ വരികയും അങ്ങനെ എൻ്റെ റെറ്റിന, 2 കണ്ണുകളുടെ റെറ്റിന ഇളകി പോവുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഞാൻ മെയ് 20 ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും കാണാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഞാൻ ബ്ലൈൻഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആൾക്കാരെയൊക്കെ കാണാം. ഇന്നലെ ഞാൻ മധുരയിൽ പോയിട്ട് രാത്രി വീട്ടിൽ വന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് ആ ഒരു ഡിപ്പെൻഡൻസി ലെവൽ, ആ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി ലെവലിൽ നിന്ന് എനിക്ക് മാറി എൻ്റെ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ തരത്തിലുള്ള ഒരു കാഴ്ച എനിക്ക് അമ്മ തരികയും ചെയ്തു. ഞാൻ ഈ നാട്ടിൽ ഫെബ്രുവരിയിൽ ഞാൻ നാട്ടിൽ വന്നപ്പം ഞാൻ വിഷമിച്ച് അങ്ങനെ ഒരു ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മ എൻ്റെ റൂമിൽ വരികയും അപ്പം അമ്മയെന്ന് ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീനു നിൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം ചോദിക്കേണ്ട, കാരണം നമുക്ക് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാനായിട്ട് ഒരു റൈറ്റുമില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ക്ഷമ പറയുകയും ഞാൻ കുറേ നേരം ഇങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി കുറേ നേരം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു വാക്യം വരികയാണ്. എനിക്കതിൻ്റെ കോണ്ടെക്സ്റ്റോ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലേക്കൊരു വാക്യം വരികയാണ്, അന്യരുടെ കണ്ണാലല്ല എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ ഉടയവനെ കാണുമെന്നുള്ളൊരു കാര്യം. അപ്പം എനിക്ക് ആദ്യം എനിക്ക് മനസ്സിലായില്ല, അതെന്താണ് ഇങ്ങനെ വരുന്നത്, ഇങ്ങനൊരു വാക്യം ഒന്നും മനസ്സിലായില്ല. പിന്നീട് ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബ് പറയുന്നൊരു കാര്യമാണ് എന്നുള്ളത്. അന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് പൂർണ്ണമായും എനിക്ക് കാഴ്ച കിട്ടും എന്ന്. കാരണം എൻ്റെ സ്വന്തം കണ്ണാൽ തന്നെ ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഇപ്പോൾ 9 മാസമായി. അല്ലാത്ത പറഞ്ഞതുപോലെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എന്ത് വന്നാലും എന്ത് ഫീലിങ്സ് ആണെങ്കിലും ബൈബിൾ എടുത്ത് വായിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പം ബൈബിൾ വായിക്കാത്തൊരവസ്ഥ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്, എനിക്ക് തീർച്ചയായും എനിക്ക് കാഴ്ച ലഭിക്കുമെന്നുള്ളത്. അത് ഇന്നലെ എനിക്ക് ഡോക്ടർ കണ്ണിൻ്റെ കാഴ്ച ഇമ്പ്രൂവ് ആകുന്നുണ്ട് എന്നുള്ള ഒരു മാതാവ് എനിക്കത് നടത്തി തന്നു എന്നുള്ളതാണ്. 4-മത്തെ ഒരു കാര്യം, ഞാൻ കൊച്ചിലെ മുതലേ തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഭയങ്കരമായിട്ട് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം എനിക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് ഈ പാമ്പിനെ സ്വപ്നം കാണുന്നൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഉറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ തന്നെ സ്കൂളിലോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ തന്നെ ഇങ്ങനെ ഇവരെ ഇങ്ങനെ എൻ്റെ വഴിയിൽ കാണുകയും ചില സമയത്ത് അടുത്ത കാൽച്ചുവട് വെക്കുന്നത് മേ ബി അതിൻ്റെ മുകളിലേക്കൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ നിന്നെല്ലാം എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ 28-ാം തീയതി ഞാൻ എൻ്റെ ബെഡിൽ ഇരിക്കുമ്പോൾ അമ്മ എൻ്റെ മനസ്സിലേക്ക് എനിക്കൊരു ചിന്ത തരികയാണ്, നീനു നിൻ്റെ വീടിനകത്ത് പാമ്പുണ്ട്, നീ സൂക്ഷിക്കണമെന്നുള്ള ഒരു മെസ്സേജ് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തരികയാണ്. അങ്ങനെ 2 ദിവസം ഈ 1-ാം തീയതി എൻ്റെ മുറിയുടെ വെളിയിൽ അമ്മ വന്ന് നോക്കുമ്പോൾ ഒരു പാമ്പ് ചുറ്റി കിടക്കുകയാണ്, ശാന്തമായിട്ട് കിടക്കുകയാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഈ എനിക്കറിയാം എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും എൻ്റെ ദേഹത്ത് ഇങ്ങനെ ഈ ബുദ്ധിമുട്ട് എൻ്റെ തലയൊഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഈ പാമ്പ് ചുറ്റി ഇങ്ങനെ എന്നെ കൊത്താൻ വരുന്ന പോലുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഒരു ഭയങ്കര ഇതിൽ നിന്ന് വിഷ്വൽ ഹാലൂസിനേഷനൊക്കെ എനിക്കിങ്ങനെ പാമ്പ് എൻ്റെ കൂടെ ഉള്ളതും എൻ്റെ അടുത്ത് ഇരിക്കുന്ന പോലൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതിൽ നിന്ന് ആ ഒരു അപകടത്തിൽ നിന്ന് അമ്മ എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ്. അടുത്തതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വിസ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഞാൻ UK ഗവൺമെൻറ് പല പ്രാവശ്യം മെയിൽ അയച്ചു, എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് എനിക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ എൻ്റെ വിസ റിന്യൂവൽ ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു അത് റിന്യൂവൽ ആയതുകൊണ്ട് UK തന്നെ മാഞ്ചസ്റ്ററിൽ തന്നെ തിരിച്ചു ചെല്ലണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ഓക്കെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, കാരണം അന്നേരമൊന്നും എനിക്ക് ട്രാവലിങ്ങിനുള്ള എനിക്കൊരു ഓപ്ഷൻ എനിക്ക് ഡോക്ടേഴ്സ് തരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഏപ്രിൽ 14 ആയിരുന്നു എൻ്റെ വിസ എക്സ്പയറി. 12 ആയപ്പോഴത്തേക്ക് അമ്മ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്കൊരു തോന്നൽ വരികയാണ്, നീ ട്രാവൽ ചെയ്തോളൂ എന്ന്. അങ്ങനെ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ എത്തിഹാദിനാണ് പോയത്. അപ്പം ഈ അബുദാബി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ദിവസത്തെ വാലിഡിറ്റിയും ഉള്ളൂ എൻ്റെ വിസയ്ക്ക്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ എയർപോർട്ടിലെ സ്റ്റാഫ് വളരെ റൂഡായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തതൊക്കെ. അപ്പോൾ അന്നേരം മുതൽ എനിക്ക് ഭയങ്കര ടെൻഷൻ, എൻ്റെ ദൈവമേ ഞാൻ മാഞ്ചസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ അവരെന്നോട് ഞാൻ എങ്ങനെ ഇതിന് അവരെന്നോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പം ഞാൻ കാശ് രൂപ അപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇങ്ങനെ വിശ്വാസ പ്രമാണവും സ്വർഗ്ഗസ്ഥനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയമൊക്കെ പറഞ്ഞ് ഞാൻ മാഞ്ചസ്റ്ററിൽ പിറ്റേ ദിവസം എത്തിക്കഴിഞ്ഞപ്പം എൻ്റെ മുൻപിൽ എനിക്ക് കാണാൻ സാധിച്ചത്, എൻ്റെ മുൻപിൽ ഒത്തിരി പേരുടെ ഓഫീസേഴ്സൊക്കെ ഒത്തിരി ഷൗട്ട് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ ഒരു ഓഫീസർ എന്ന് പറയുന്നത് ഒരു ലേഡി, അധികം പ്രായമൊന്നുമില്ല, കണ്ടു കഴിഞ്ഞാൽ അമ്മ മാതാവിനെ കൂട്ട് ദൈവമാതാവിനെ കൂട്ട് തന്നെ ഇരിക്കുന്ന ഒരു ലേഡിയാണ് എനിക്ക് കിട്ടിയത്. എന്നോട് എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എവിടെയാണ് ജോലി, വീടുണ്ടോ, മാഞ്ചസ്റ്ററിൽ വീടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെനിക്ക് മാഞ്ചസ്റ്ററിൽ വീടുണ്ട്, ഇവിടെ റെൻറ്റിൽ താമസിക്കുന്നത്. പിന്നെ ജോലി എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് മാഞ്ചസ്റ്ററിൽ ഇന്ന ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാശ് രൂപം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് വേറെ ഒരു ക്വസ്റ്റ്യനും എന്നോട് ചോദിച്ചില്ല. എന്നോട് യു ആർ വെൽക്കം ബാക്ക് എന്നും പറഞ്ഞിട്ട് എൻ്റെ തമ്പും എൻ്റെ ബയോമെട്രിക്കും എടുത്തിട്ട് അവർ എന്നെ തിരികെ ഇമിഗ്രേഷൻ എനിക്ക് ക്ലിയർ ചെയ്ത് തരികയുണ്ടായി. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 14 ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. 15 എൻ്റെ വിസ എനിക്ക് പുതിയതായിട്ട് അവർ തന്നു. ഉച്ചയായപ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേയിൽ തന്നെ എനിക്ക് എൻ്റെ വിസ റിന്യൂ ചെയ്ത് തന്നു. 17-ാം തീയതി ഞാൻ കൊച്ചിലെ മുതലേ രാത്രിയിലൊക്കെയും കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ രാത്രിയിലൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അത് 16-ാം തീയതി രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ എനിക്കൊരു സുഗന്ധ അഭിഷേകം മെഴുകുതിരിയുടെ ഒരു മണം എനിക്ക് കിട്ടുക. അപ്പം എനിക്ക് സമയം കണ്ണ് കാണാത്തതുകൊണ്ട് എനിക്ക് സമയം ഒന്നും എനിക്കറിയില്ല. അപ്പം എൻ്റെ മനസ്സിലേക്ക് ജനൽ തുറന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു, ദൈവമേ ഈ നേരത്ത് ഈ പാതിരയ്ക്ക് ആരാണ് ഇവിടെ മെഴുകുതിരി കത്തിക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ മുറിയിൽ പോയിരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ മുൻപിൽ ഓപ്പോസിറ്റ് ഭിത്തിയിൽ എനിക്ക് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കാണുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഈ യഹൂദ സ്ത്രീകളുടെയൊക്കെ പടം പോലത്തെ ശിരോവസ്ത്രം പോലത്തെ ഒരു ഔട്ട്ലൈനാണ് ഞാൻ കാണുന്നത്. ഒരു ബ്ലൂവിഷ് സിൽവർ ഗ്രേ കളറിലുള്ള ഒരിത്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം അതിങ്ങനെ എൻ്റെ നേർക്ക് ഇറങ്ങി വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ വിചാരിച്ചമ്മ എൻ്റെ കണ്ണിന് എന്താ പറ്റിയത്, ഒന്നാമത് എനിക്ക് കണ്ണ് കാണത്തില്ല. അപ്പോൾ ഈ എന്താണ് കണ്ണ് ചിമ്മിച്ചിമ്മി ഞാൻ നോക്കുമ്പോഴും ആ അമ്മ എൻ്റെ അടുക്കൽ അമ്മയാണ് എന്നുള്ള എൻ്റെ ആ രൂപം ഭിത്തിയിൽ നിറങ്ങി എൻ്റെ അടുക്കിലേക്ക് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ അമ്മയെ വിളിച്ചു. ഞാൻ വിചാരിച്ചു ഇനി എല്ലാം നാട്ടിലുള്ള എന്തെങ്കിലും നമുക്കങ്ങനെ തോന്നുമല്ലോ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോൾ. ഞാൻ അമ്മയെ വിളിച്ചു. അമ്മയോട് ചോദിച്ചു, അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയോട് പറഞ്ഞു അല്ല, ഇവിടെ ഇപ്പം രാവിലെ 7 മണിയായി, ഞാൻ ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി സഞ്ചാരി മാതാവ് എൻ്റെ അടുക്കൽ വന്നതാണ് എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായി. കാരണം അപ്പം എനിക്ക് കംപ്ലീറ്റ് ബോധ്യമായി അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എനിക്ക് പൂർണ്ണമായിട്ടും കാഴ്ച ലഭിക്കും, ദൈവവചനം വായിക്കാൻ തക്കതായിട്ടുള്ള കാഴ്ച എനിക്ക് ലഭിക്കും. ഇതുവരെ ഞാൻ കൃപാസന പത്രം വായിച്ചിട്ടില്ല, അതിനും അമ്മ എന്നെ സഹായിക്കും, എനിക്കതിനൊരു അവസരം കിട്ടും എന്ന് എനിക്ക് ഉത്തമമായുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എന്നെ ഈ ലോകത്തിന് മുൻപിൽ നിർത്തണേ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ ചെയ്തത്
പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിലൊരു ഭാഗം മാറ്റി വെച്ചിട്ട് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. പിന്നെ കൃപാസന പത്രമാണെങ്കിൽ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വിടുതലും ഞങ്ങളുടെ കുടുംബത്തിന് സന്തോഷവും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് നിൽക്കാനൊരു യോഗ്യതയുമില്ല, പക്ഷെങ്കിൽ ഇതിന് ഒരവസരം തന്ന അമ്മ മാതാവിന് നന്ദി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുവിൻ. നീതു ബാബു തിരുവല്ലയുടെ സാക്ഷ്യം നമ്മോട് പറയുന്നത്, അവരുടെ കാലുകൾ മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വന്ന സമയത്ത്, കാലിലെല്ലാം പഴുപ്പ് കയറി വന്ന സമയത്തെല്ലാം പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഒരു വാക്ക്, ഈശോ ഞാൻ നിന്നോട് കൂടെ ആയിരുന്നില്ലേ, നിന്നോട് കൂടെ ആയിരുന്നല്ലോ ജീവിച്ചിരുന്നത്, എന്തുകൊണ്ട് എനിക്കിങ്ങനെയെല്ലാം സംഭവിച്ചു? യേശുവിൽ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ നമുക്ക് പാടില്ല. കാര്യം ദൈവം ശക്തനായവനാണ്. ശക്തനായവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? പിന്നീടാണ് ഈ മോൾക്ക് യൂട്യൂബിൽ ആരാധനയിലൂടെയും സാക്ഷ്യം കേൾവിയിലൂടെയും അമ്മക്കുട്ടിക്ക് മാറ്റം സംഭവിക്കുക. അതിനുശേഷം ഉണ്ടായിരുന്ന കണ്ണിൻ്റെ കാഴ്ചക്കുറവ് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണിൽ പുരട്ടിയപ്പോൾ അന്ധന് കാഴ്ച കൊടുത്ത ദൈവം ആ മോൾക്ക് കാഴ്ച നൽകി. ഉടമ്പടി ജീവിതത്തിൽ സ്ഥിരതയോടുകൂടി നിൽക്കാൻ പരിശുദ്ധമ്മ പ്രേരിപ്പിക്കുകയാണ്. അമ്മയെ കാണാൻ ഭിത്തിയിലേക്ക് ഗ്രേ കളറിലുള്ള ഒരു ലേഡി വന്ന് നിൽക്കുന്നതായിട്ട് ആ മോൾക്ക് കാണാൻ സാധിച്ചു. അമ്മയെ കാണിച്ചു കൊടുക്കുകയാണ്. അമ്മ പിന്നീട് സംസാരിക്കാൻ തുടങ്ങി. നീ ചെയ്യേണ്ട കാര്യങ്ങളും നീ പറയേണ്ട വാക്കുകളുമെല്ലാം പരിശുദ്ധമ്മ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അമ്മ കൂടെ നടക്കുന്ന അനുഭവമായി. ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ചാൽ പരിശുദ്ധമ്മ ശക്തനായവൻ എന്ന് വൻ കാര്യം ചെയ്തു തരും. ഈ മകള് ഈ സാക്ഷ്യം നമ്മളുടെ ജീവനുള്ള അമ്മയുടെ മുന്നിൽ വന്ന് പറയുന്നത് നമ്മൾക്കൊരു സാക്ഷ്യം ആയിട്ട് തന്നെയാണ്. അവൾക്ക് 5 കാര്യം ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതി ഈ കണ്ണിനും കാലിനും കേടുവന്ന ഈ മോള് അമ്മയുടെ സാന്നിധ്യത്താൽ അമ്മയുടെ കരങ്ങളാൽ സൗഖ്യപ്പെടുകയാണ്. ഈ സാക്ഷ്യം നമ്മോട് പറയുന്നത് ജീവനുള്ള സാക്ഷ്യമായിട്ടാണ്. പരിശുദ്ധമ്മ സമയത്തിൻ്റെ അമ്മയാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി കടന്നു വന്ന് നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്തുകൊള്ളൂ എന്നുള്ള ആ ഉടമ്പടി വചനം നമ്മളുടെ പരിശുദ്ധമ്മ അവൻ പറയുന്നത് പോലെ ചെയ്തപ്പോൾ അമ്മ തമ്പുരാനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഈ മോളെ അനുഗ്രഹിച്ചു. ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ കാര്യം പരിശുദ്ധമ്മ സമയം ലൈറ്റ് വെയിറ്റായിട്ട് കുറച്ച് എല്ലാം സാധിച്ചു കൊടുത്ത 5 കാര്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഇവർക്ക് കിട്ടിയത് ശക്തനായവനെന്ന് വൻ കാര്യം ചെയ്തു കൊടുത്ത അമ്മയ്ക്ക് ഈശോയ്ക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജോബിറ്റ ജോയ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 21-ാം തീയതിയാണ്. ആദ്യമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം അന്ന് ഒരുപാട് പേര് സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട്. ഫ്രണ്ട്സൊക്കെ പറഞ്ഞും കേട്ടുമൊക്കെയാണ് ഞാൻ വന്നത്. വന്നപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ 6 നിയോഗങ്ങൾ ഞാൻ എഴുതി ഇവിടെ സമർപ്പിച്ചിരുന്നു. എനിക്ക് ആദ്യമായി ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ ഉടനെ എനിക്ക് ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ വലത് കയ്യിൽ ഈ ജോയിൻറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഒരു നെല്ലിക്ക വലുപ്പത്തിലുണ്ടായിരുന്നു. കഠിനമായ വേദന ഉണ്ടായിരുന്നു. എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കൊച്ചുണ്ട്. അപ്പോൾ കുഞ്ഞിനെ എടുത്ത് ഒരു കൈക്ക് ജോലി ചെയ്യൽ അങ്ങനെയൊക്കെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഡോക്ടറെയൊക്കെ കണ്ടിരുന്നു. പെയിൻ കില്ലറൊക്കെ തന്നിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പം ഞാനത് ഉടമ്പടി നിയോഗം വെച്ചിരുന്നതല്ല എങ്കിൽ പോലും എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന കാര്യം മാതാവ് അറിഞ്ഞ് ചെയ്തതാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയ അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ ആ മുഴയുടെ വേദന മാറി.
അപ്പോൾ ആ വേദന മാറിയപ്പോൾ തന്നെ എനിക്ക് ജോലികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വേദന ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മറക്കും. കുറച്ച് ദിവസങ്ങൾ ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പം അമ്മയോട് ഫോണിൽ സംസാരിച്ചപ്പോൾ അമ്മ ആ മുഴയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൽ. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നിൻ്റെ ആ മുഴ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഞാൻ കയ്യിൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ആ മുഴ അവിടെ ഇല്ല. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ മുഴയോ ചെറിയ ഒരു തടിപ്പ് പോലും ഇല്ല. അതെനിക്ക് ആദ്യം ലഭിച്ച ഒരു അനുഗ്രഹമാണ്. പിന്നീട് ഉടമ്പടി ഉപ്പ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ ഇട്ട് ഉപയോഗിക്കുമായിരുന്നു. എനിക്ക് ചെറിയൊരു കൊതുക് കടിക്കുക അല്ലെങ്കിൽ ചെറിയൊരു ഈച്ചയൊക്കെ തൊടുമ്പോഴേക്കും ശരീരം വല്ലാതെ അലർജി പോലെ ചൊറിഞ്ഞ് തടിപ്പ് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വല്ലാതെ ബുദ്ധിമുട്ടായപ്പോൾ ആണ് ഞാൻ ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അതും മാറിക്കിട്ടി. അതിനുശേഷം ഉടമ്പടി പുതുക്കിയത് 2022 ഒക്ടോബർ 1-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അതിനുശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. എനിക്ക് ഒരു ജോലി വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനും ഭർത്താവും കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ കുഞ്ഞിനെ ഒരിടത്ത് ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല. കുഞ്ഞിന് 1.25 ആയപ്പോഴേക്കും എനിക്കൊരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി കിട്ടി. അപ്പോൾ മാതാവ് എൻ്റെ സാഹചര്യം അറിഞ്ഞ് അനുഗ്രഹിച്ചതാണ്. എനിക്ക് ജോലി ലഭിച്ച സ്കൂളിൻ്റെ അടുത്തൊരു ഡേ കെയർ ഉണ്ടായിരുന്നു. അവിടെ ആ ഡേ കെയറിൽ കുഞ്ഞിനെ ആക്കിയിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ ജോലി എനിക്ക് ശരിയാക്കി ആ ജോലിക്ക് പോകാനുള്ള എല്ലാ സഹായവും എനിക്ക് മാതാവ് ചെയ്തു തന്നു. അതോടൊപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിണറുണ്ട്, പക്ഷേ വേനലൊക്കെ ആകുമ്പോൾ അവിടെ വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ വീണ്ടും പല പ്രാവശ്യം ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ കിണർ കുഴിച്ചു നോക്കി, കുഴൽ കിണർ കുഴിച്ചു, അപ്പോഴൊന്നും വെള്ളം കിട്ടിയിട്ടില്ല. പിന്നീട് ആ സമയമായപ്പോൾ ഭർത്താവിൻ്റെ ചേട്ടൻ അവിടെ ഒരു കിണർ കുഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഈ ഉപ്പ് അമ്മ കിണറ്റിലിട് എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഈ ഉപ്പ് ഞങ്ങൾ കിണറ്റിലിട്ടു. ആ കിണറ്റിൽ ഇപ്പോഴും അന്ന് തൊട്ട് ഇന്ന് വരെ വറ്റാതെ നല്ല വെള്ളമുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. ആ പുതുക്കി കഴിഞ്ഞതിന് ശേഷം പുതുക്കി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു സംഭവം ഉണ്ടായത്. എൻ്റെ ഭർത്താവിന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. തലയോട്ടിയൊക്കെ ഇപ്പോഴും പൊട്ടി ഇങ്ങനെ ചന്നം ഭിന്നമായ അവസ്ഥയാണ്. CT സ്കാനിൽ ഞാനിത് 2024 ഏപ്രിൽ 7-ാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത്. ഇത് സംഭവിച്ചു ഹസ്ബൻഡ് അവർ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് സംഭവിക്കുന്നത്. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ വേറൊരാൾ ഫോൺ എടുത്ത് അറിയിച്ചു. ഞാൻ അടുത്ത വീട്ടിലെ അവർ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ചേട്ടൻ എന്നെയും കൊച്ചിനെയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ വേറെ ഒന്നും എടുത്തില്ലെങ്കിലും എന്തോ പെട്ടെന്ന് തോന്നി ഞാൻ തൈലം എടുത്തു. മാതാവിൻ്റെ തൈലം എടുത്തുകൊണ്ടാണ് പോയത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ആളെ CT സ്കാനിന് കയറ്റിയിരിക്കുക. ഇറക്കി കൊണ്ട് വന്ന വഴിയെ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ, ICUലാക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഓടിപ്പോയി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആൾക്ക് ഒരനക്കവും ഇല്ല. അപ്പോൾ വേഗം ICUലാക്കി. 1-2 ദിവസങ്ങളിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആളുടെ ഒരു കൈ, വലത് കൈ മാത്രം എന്തെന്നില്ലാതെ അനക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മാത്രം. വേറൊരു ചലനങ്ങളോ കണ്ണിനൊരു ചലനമോ ഒന്നും കാണുന്നില്ല. അതിനുശേഷം പെട്ടെന്ന് 3-ാം ദിവസമായപ്പം എന്നോട് ആങ്ങളെയാണ് അവിടെ ICUവിൽ അടുത്ത് പുറത്ത് നിന്നിരുന്നത്. കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ICUവിൽ കയറി കാണാൻ വൈകുന്നേരം ആകുമ്പോൾ ഇന്നും ചെല്ലും. അപ്പോൾ ആങ്ങളെ പറഞ്ഞു, ഇന്ന് വരണ്ട, ആൾക്ക് ചെറിയ പനിയുണ്ട്, പുറത്തുനിന്ന് ആരെയും കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിനെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണം, പിന്നെ എനിക്ക് പിടിവിട്ടു പോകും എന്ന് പറഞ്ഞു. അപ്പോഴും ആരും ഒന്നും പറഞ്ഞില്ല. ഈ CT സ്കാനിൻ്റെ റിപ്പോർട്ടെല്ലാം ആങ്ങളെ വീട്ടിൽ പോലും വെച്ചില്ല. തൊട്ടടുത്ത വീട്ടിലാണിത് വെച്ചിരുന്നത്, ഞാനിത് കാണുമായിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയാം, എനിക്ക് കൃപാസനത്തിൽ പോകണം, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, നീ എനിക്ക് ആ റിപ്പോർട്ടൊന്ന് തരണം എന്ന് ആങ്ങളയോട് പറഞ്ഞു. അപ്പോൾ ആങ്ങള ആദ്യമൊന്നും കൂട്ടാക്കുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി എങ്ങനെയെങ്കിലും പറഞ്ഞ് ആ റിപ്പോർട്ടൊന്ന് വാങ്ങിച്ചു തരുമോ, എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എനിക്ക് ചേട്ടായിക്ക് വേണ്ടി അതൊക്കെ ചെയ്യണം. ഞാനപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. അവസാനം റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. നെയ്ബേഴ്സിനെ കൂട്ടി എന്നെ ഇവിടെ വിട്ടത്. അപ്പോൾ അവർ റിപ്പോർട്ട് കയ്യിൽ പിടിച്ചേക്കുക, എൻ്റെ കയ്യിൽ തരുന്നില്ല. ഞാനിവിടെ വന്ന് അവിടെ ക്യൂ നിൽക്കുമ്പോഴും
അവർ എൻ്റെ അടുത്ത് നിൽക്കുക റിപ്പോർട്ട് കയ്യിൽ പിടിച്ച്. അപ്പോൾ പക്ഷേ ഇവിടെ അകത്ത് കയറാൻ എനിക്ക് മാത്രമാണല്ലോ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ റിപ്പോർട്ട് തന്നു, ഞാൻ കയറി വന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ പേപ്പർ അടുക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആളുടെ CT സ്കാനിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുത്ത് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോഴാണ് അത് കാണുന്നത്. തലയോട്ടി അങ്ങനെ പൊട്ടിയിരിക്കുന്ന ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അന്നേരം വിചാരിച്ചു ആളില്ല. അപ്പം ഞാൻ എല്ലാവരും എന്നെ പറ്റിക്കുവാണോ, എന്താ ദൈവമേ കാണുന്നത്. ഞാൻ അപ്പം കരയാൻ തുടങ്ങിയതാണ് ഇവിടെ മുട്ടുകുത്തി നിന്ന്. എനിക്ക് പള്ളിയിലേക്ക് കയറിയപ്പം തുടങ്ങി ഭയങ്കര തലവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു. അച്ഛനെ കാണുമ്പോഴും എല്ലാം ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ കുരിശിൽ കിടക്കുന്ന ഈശോയുടെ രൂപത്തിലോട്ടാണ് എനിക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ. അതേ അവസ്ഥയാണല്ലോ ഇപ്പോൾ എൻ്റെ ഭർത്താവിനും എന്നൊക്കെ എനിക്ക് ചിന്ത. ഇത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇതിനു മുമ്പ് ഞാനും ഹസ്ബൻഡും കൊച്ചുമാണ് ഇവിടെ വരാറ്. അപ്പം ഇനി ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഒരു വരവുണ്ടാവില്ലേ മാതാവേ, അതിന് നീ അനുഗ്രഹിക്കില്ലേ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛനെ കണ്ടു. അച്ഛൻ കാശുരൂപമൊക്കെ തന്നു, പ്രാർത്ഥിച്ചു. ഇതൊക്കെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ആ സ്റ്റെപ്പ് ഇറങ്ങിയത് എനിക്കുണ്ടായിരുന്ന ആ കഠിനമായ തലവേദന അപ്പം തന്നെ പോയി. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങിയതേ ആങ്ങളെ വിളിച്ചു എങ്ങനെയുണ്ടെന്നറിയാൻ. അപ്പോൾ അത്രയും ദിവസം കുഴപ്പമില്ല, ഇത്രയും ദിവസത്തെ പോലെ തന്നെയാണ് എന്നൊരു മറുപടിയാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷെ അന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഒരു സന്തോഷമുള്ള സ്വരം, നല്ല മാറ്റമുണ്ട്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഒരു തുള്ളി പോലും പിന്നോട്ട് പോയിട്ടില്ല, മുമ്പോട്ട് വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അപ്പം ഞാൻ എന്നും ICUവിൽ കയറി കാണുമ്പോൾ ആളുടെ ചെവിയിൽ വചനം പറഞ്ഞു കൊടുക്കും, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കും. മൊബൈലിലായാലും അവരവിടെ റെക്കോർഡ് ചെയ്തത് നമ്മൾ കൊടുത്താൽ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. കണ്ണ് തുറന്നത് 2 ആഴ്ചയ്ക്ക് ശേഷമാണ്. 2 ആഴ്ചയ്ക്ക് ഓളം വെൻറ്റിലേറ്ററിലായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഒരു കണ്ണ് തുറന്നത്. ഇടത് സൈഡിലാണ് തലയ്ക്ക് ഇടിച്ചത്. അപ്പോൾ ഇടത് കണ്ണ് അപ്പോഴും തുറന്നിട്ടില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ഞാൻ പോയി അന്ന് നേരെ വൈകുന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് എന്തായാലും ചേട്ടാടുത്തൊന്ന് കയറണം, എന്നെ സമ്മതിക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉള്ളിൽ കയറി കരയരുത്, എങ്കിൽ മാത്രം കയറ്റാമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അപ്പോഴും എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ കരയാതിരിക്കില്ല എന്ന്. എന്നാലും ഞാൻ പോയി എനിക്ക് ഈ കാശുരൂപവും തൈലം അവിടെ എത്തിക്കണം. അപ്പോഴും ഞാൻ ആദ്യം മുതൽ കയറുമ്പോൾ തൈലം കയ്യിൽ കൊണ്ടുപോകും. നഴ്സുമാർ കാണാതെ പ്രാർത്ഥിച്ച് വേഗം നെറ്റിയിലൊക്കെ വരച്ചിട്ട് പോരുക ചെയ്യുന്നത്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒരു നേഴ്സ് ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ ഡോക്ടർമാർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ തൈലവും കാശുരൂപമായിട്ട് അന്ന് വൈകുന്നേരം ആളുടെ അടുത്ത് കയറി. ഞാൻ തൈലം പുരട്ടുന്നത് നഴ്സ് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു കൃപാസനത്തിലെ എണ്ണയാണോ ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ചേച്ചി അത് അവിടെ വെച്ചേരെ, ഞങ്ങൾ ഇടയ്ക്ക് പുരട്ടി കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാനതപ്പോൾ അവിടെ വെച്ചു. കാശുരൂപം ഡ്രസ്സിൽ കുത്തി കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പറഞ്ഞു ക്ലീനിങ്ങിനൊക്കെ ഉള്ളൊരു ഡ്രസ്സ് മാറ്റുമ്പോൾ ചിലപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയേക്കാം, അതുകൊണ്ട് ബെഡിൽ കുത്തി വയ്ക്കാമെന്ന് പറഞ്ഞാൽ ആ നേഴ്സ് തന്നെ അത് ആളുടെ തലയുടെ അടുത്തായിട്ട് ബെഡിൽ കുത്തിവെച്ചു. അന്ന് തൊട്ട് എന്നും അവരും ആ തൈലം പുരട്ടും. ഞാൻ കയറുമ്പോഴും തൈലം പുരട്ടി കൊടുക്കും, പ്രാർത്ഥിക്കും. ആ കാശുരൂപവും തൈലവും ICUവിൽ 1 മാസം ആളുണ്ടായിരുന്നു. 1 മാസത്തിന് ശേഷം ICUവിൽ നിന്ന് പുറത്തിറക്കിയത്. ആ ഹോസ്പിറ്റലായിരുന്ന ദിവസങ്ങളിലെല്ലാം ഈ തൈലവും ആ കാശുരൂപവും ഇന്നും കൂടെയുണ്ട്. അപ്പോൾ മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴൊക്കെ വലിയ വിഷമത്തിലായിരുന്നു, ഇനി ഇങ്ങനൊരു വരവുണ്ടാവോ എന്ന്. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞു എനിക്ക് ആളെ കൂട്ടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ അനുവദിക്കണേന്ന്. അതിനമ്മ അനുവദിച്ചു. എനിക്ക് അതിലും വലിയ ഒരു അനുഗ്രഹം ഈ ജീവിതത്തിൽ കിട്ടാനില്ല. പിന്നീട് ആ സമയത്തൊന്നും എൻ്റെ ജോലി ലഭിച്ചെങ്കിലും അപ്പോയിൻമെൻറ്റ് പാസ്സായിരുന്നില്ല. എയ്ഡഡ് സ്കൂളാണ്. പക്ഷേ പുതുക്കലിന് ശേഷം ആ സമയത്ത് പുതുക്കി. അതിനുശേഷം എത്രയും വേഗം അപ്പോയിൻമെൻറ്റ് പാസ്സാക്കി തന്നു. പിന്നീട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഗവൺമെൻറ് ജോലി എന്നാണ്. എയ്ഡഡ് സ്കൂളിലാണെങ്കിലും PSC എക്സാമൊക്കെ എഴുതാറുണ്ട്. PSC നിയമനം ലഭിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോൾ അതും സഫലമാകാൻ പോവുകയാണ്. എനിക്ക് PSCയിൽ അഡ്വൈസ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്
എനിക്ക് ഓരോ അനുഗ്രഹങ്ങളും ഓരോ സാഹചര്യത്തിനൊത്ത് അമ്മ സാധിച്ചു തരുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ നിരാശപ്പെടും, നമ്മൾ നിയോഗം ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് സാധിച്ചു തരൂ എന്നുള്ളൊരിത്. പക്ഷേ നമ്മളെ ആ ഒരു ലക്ഷ്യം നമുക്ക് സാധിച്ചു തരാൻ വേണ്ടി അതിലേക്ക് എത്താനായിട്ടുള്ള ഓരോ മാർഗവും മാതാവ് സുഗമമാക്കി തീർത്ത് നമ്മളെ എല്ലാം പൂർത്തിയാക്കി ആ ലക്ഷ്യത്തിൽ എത്തിക്കുക ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ പത്രം വിതരണം ചെയ്യുന്നത് ടൗണിലൊക്കെ പോകുമ്പോൾ കടകളിലൊക്കെ കൊടുക്കാറുണ്ട്, സഹപ്രവർത്തകർക്കൊക്കെ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ പൊതുസമൂഹത്തിൽ പത്രം വിതരണം ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഒരു മടിയൊക്കെ തോന്നുമായിരുന്നു. പിന്നീട് ഒരു മടിയില്ലാതെ ഞാൻ ടൗണിൻ്റെ കോതമംഗലത്തൊക്കെ ടൗണിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് വരെ ഞാൻ നടന്ന് വെയിലത്താണേലും ഞാൻ പോകും. അപ്പോൾ ഞാൻ പറയും, ഞാൻ ത്യാഗം സഹിച്ചോളാം, എനിക്ക് അമ്മ നന്മ തന്നാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ പോയി പത്രം കൊടുക്കുമായിരുന്നു. വേണ്ട എന്ന് പറയുന്നവർക്ക് ഞാൻ കൊടുക്കാറില്ല. ഒരുപാട് പേര് പുച്ഛ മനോഭാവത്തോടെ നോക്കാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ശരിക്കും ഒരു സന്തോഷം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ആദ്യമൊക്കെ നമുക്കൊരു മടിയുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇതിൻ്റെ പേരിൽ ഒരാൾ പുച്ഛിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാൻ തുടങ്ങി. ദൈവത്തിന് വേണ്ടിയാണല്ലോ ഇത് എന്നുള്ളൊരു തോന്നൽ. പിന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് പ്രാർത്ഥിക്കാനായിട്ടുള്ള വരം ലഭിച്ചു. ഹസ്ബൻഡാണെങ്കിലും ഇപ്പോഴും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാറായില്ലേ, സന്ധ്യ ആയാൽ ചോദിക്കും, പ്രാർത്ഥിക്കാറായില്ലേ. എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. കുമ്പസാരമൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നീട് കാരുണ്യ പ്രവർത്തികൾ, ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇടയിൽ തന്നെ ഓരോ കുട്ടികളും പല കുറവുകളുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ഞാൻ ആരോടും പറയാറില്ല, പക്ഷേ ഞാൻ അങ്ങനെ സഹായിക്കാറുണ്ട്. പിന്നെ ചുറ്റുമുള്ളവരിലും ആവശ്യമെന്ന് തോന്നുന്നവരെ എന്നാലാവുന്ന വിധം ഞാൻ സഹായിക്കാറുണ്ട്. ഇപ്പോഴും ഞാനൊരാൾ കുടുംബം നോക്കുമ്പം എനിക്ക് തികയാതെ വരുന്ന അവസ്ഥയുണ്ട്. പക്ഷേ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. നമുക്കൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആ ഇല്ലായ്മയിൽ നിന്നും നമ്മൾ പങ്കുവയ്ക്കണം. എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കുഞ്ഞിലെ മുതലേ അത് കാണാറുണ്ട്. അപ്പം എനിക്കും അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. ഞാനും അങ്ങനെ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായി, നമുക്കില്ലാതെ വരുമ്പം ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് സഹായം അയച്ചു തരുന്നത്. ഇപ്പോഴും എനിക്ക് ഒരുപാട് സഹായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് എനിക്ക് സഹായങ്ങൾ എൻ്റെ ആവശ്യ നേരത്ത് എനിക്ക് എത്തിച്ചു തരുന്നുണ്ട് ദൈവം. അപ്പം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്നും പഠിച്ച വലിയൊരു പാഠം, നമ്മളിൽ നന്മയുണ്ടാവുക, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, നമ്മുടെ കഴിവിനൊത്ത് മറ്റുള്ളവരെ സഹായിക്കുക. അതിൽ നിന്ന് ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53:5. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശുവിൽ പ്രിയമുള്ളവരെ, ജോബിറ്റ ജോയി മൂവാറ്റുപുഴ പറയുന്ന സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിട്ട് പറയുകയാണ്, അമ്മേ, ഞങ്ങൾക്ക് 3 പേർക്കും കൂടി എന്നും അമ്മയുടെ സന്നിധിയിൽ വരാൻ ഇടവരുത്തണമേ. എൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന ഒരു വലിയ അപകടം, അതിൽ നിന്ന് അയാളെ രക്ഷിക്കണേ. അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾക്ക് അമ്മയുടെ സന്നിധിയിൽ വരാൻ ഇടവരുത്തണമേ. കരഞ്ഞു പ്രാർത്ഥിക്കുക. കരയുന്ന കണ്ണുനീര് കാണുമ്പോൾ അലിയുന്ന അമ്മയാണ് കൃപാസനാൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ ജീവനുള്ള അമ്മയാണ്. അമ്മയോടൊന്നും പറയേണ്ട കാര്യമില്ല. ആ മോള് പറയുകയാണ്, എൻ്റെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു, അത് ഞാനൊന്നും അമ്മയോട് പറഞ്ഞില്ല, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, അമ്മ അതെടുത്ത് മാറ്റിക്കൊടുത്തു. ഒന്നും പറഞ്ഞില്ലെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. അമ്മയ്ക്കറിയാം, ജീവനുള്ള അമ്മയാ, സഞ്ചാരി അമ്മയാ. അയ്യോ, നിയോഗത്തിൽ അത് വെച്ചില്ലല്ലോ, അത് വെക്കേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ആരും വിഷമിക്കരുത്. അമ്മയോട് പറഞ്ഞാൽ മതി. ഇതാണ് സഞ്ചാരിയമ്മ. ഈ മോൾക്ക് കൊടുത്തത് പറയാത്ത കാര്യങ്ങൾ പോലുമാണ്. അവൾ ചെയ്ത പ്രവർത്തികളാണ്. ഉടമ്പടി ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതത്തെക്കാൾ ഇരട്ടി പ്രവർത്തി ജീവിതമാണ്. ഇവർക്ക് നൽകിയ ഈ വൻകൃപയ്ക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആദ്യം തന്നെ ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് നോബൽ ടോമി. ഞാൻ കോട്ടയം ജില്ലയിൽ
വിജയം രൂപതയുടെ സെൻറ്റ് ബോനിഫോസ് ഇടവയിൽ നിന്ന് കാണക്കാരിൽ നിന്നാണ് ഞാനിവിടെ വരുന്നത്. ഏകദേശം ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഫെബ്രുവരി 11-ാം തീയതിയാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി. ഇപ്പം ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടിയിലാണ് നിൽക്കുന്നത്. ആദ്യത്തെ ഉടമ്പടിക്ക് കാരണഭൂതനായ ഒരമ്മയും കുഞ്ഞും, എന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു ബേക്കറി 4 വർഷമായ ഒരു ബേക്കറി നടത്തുകയായിരുന്നു. വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടോടു കൂടി ഈ മാർച്ചിൽ ആ ബേക്കറി എനിക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു. കടബാധ്യതയായിരുന്നു എനിക്ക് കാരണം. വളരെയധികം ദിവസം ഞാൻ ഈ ലാസ്റ്റ് ദിവസം കട അടയ്ക്കുന്നതിന് മുന്നേ ഇരുന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഞാനിത് എന്ത് ചെയ്യും, കട അടയ്ക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് പലവട്ടം ഞാൻ ചിന്തിച്ചിരുന്ന സമയത്താണ് എൻ്റെ കടയിലേക്ക് ഒരമ്മയും കുഞ്ഞും കയറി വരുന്നത്. എന്നോട് ചോദിച്ചു, എന്നാ ചേട്ടാ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, സാധനങ്ങളൊന്നുമില്ല മേടിക്കാൻ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുമായി ഞാൻ തികച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ വന്ന യുവതി എന്നോട് പറഞ്ഞു, ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ 1 മാസത്തെ ശമ്പളം മേടിച്ചിട്ടാണ് ഞാൻ ഈ കടയിൽ ഇപ്പോൾ വന്നത്. ചേട്ടനറിയാവോ, ആലപ്പുഴയിലുള്ള കലവൂരിലുള്ള കൃപാസനത്തിൽ പോയിട്ടാണ് എനിക്കിന്ന് ഈ ശമ്പളം മേടിക്കാൻ സാധിച്ചതും ചേട്ടായുടെ കടയിൽ വരാനും സാധിച്ചതും. ചേട്ടായി ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, ചേട്ടായുടെ കടബാധ്യത മാറുകയും സന്തോഷത്തോടു കൂടി ചേട്ടയുടെ കാര്യങ്ങൾ മുൻപോട്ട് നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെ ആ മോൾ പറഞ്ഞു തന്ന കാര്യം അനുസരിച്ചിരുന്ന് പ്രാർത്ഥിച്ച്, ഒരാഴ്ചക്കാരിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ യുവതി എനിക്ക് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇരുന്ന് ഒരാഴ്ച പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവിക അനുഗ്രഹം കിട്ടുകയുണ്ടായി. അങ്ങനെ ഞാൻ ഈ ദേവാലയത്തിൽ വരുവാൻ ഏകദേശം ഫെബ്രുവരി 11-ാം തീയതി ഞാൻ ഈ ദേവാലയത്തിലേക്ക് വരികയുണ്ടായി. വരുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും എൻ്റെ മോളും കൂടെയാണ് ഞാൻ ഈ പള്ളിയിൽ വന്നത്. രാവിലെ 5 മണിയായപ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് പോകുന്നതാണ്. ജപമാല ചൊല്ലി ഞാനിവിടെ വന്നപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ എനിക്ക് കയറാൻ പറ്റില്ല ഉടമ്പടി ക്ലാസ്സിൽ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഉടമ്പടിയിലൂടെ എൻ്റെ കാര്യങ്ങൾ നേടിത്തരണമേ, ഞാൻ അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചോളാമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 2ാമത്തെ ക്ലാസ്സിൽ കയറി ഞാൻ എല്ലാ കാര്യങ്ങളും കടന്ന് ഞാൻ ഈ ഭാഗം വഴി ഇങ്ങനെ കറങ്ങി വന്ന് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുവാനായി നിന്നു. ഞാൻ നോക്കുമ്പോൾ പലവരുടെയും കയ്യിൽ ഈശോ വിളക്ക് കൊടുത്തു, മാതാവിനെ കൊടുത്തു, തിരി കൊടുത്തു, അങ്ങനെ പലവിധമായി. ഞാൻ പറഞ്ഞു, എനിക്ക് മാത്രം കിട്ടിയില്ലല്ലോ ഈശോയെ. എന്നാൽ വേണ്ട. ഞാൻ നോക്കിയപ്പം എൻ്റെ മുന്നിലൊരു ചേട്ടനായിരുന്നു മാതാവിനെ പിടിച്ചുകൊണ്ട് നിന്നത്. ഞാൻ ആ ചേട്ടൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ലഭിച്ചില്ലെങ്കിലും ഞാൻ ഈ ചേട്ടനെ തൊട്ട് നിന്നോളാം. ഞാൻ അമ്മയെ തൊട്ട പോലെ തന്നെയാണ് ഞാനും തൊട്ടത്. ഒരു നിമിഷം ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിൽക്കുന്ന നിലത്ത് നിന്ന് പയ്യെ ഉയർന്ന പോലെയും സുഗന്ധ പരിമളം കൊണ്ട് എന്നെ തൊടുകയും ചെയ്തു. അപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ നിയോഗങ്ങളുടെ മേൽ അമ്മ എന്നെ അത്ഭുതപ്പെടുത്തിയല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി ഉടമ്പടിയിൽ തന്നെ ഞാൻ ജീവിച്ചു. ആ 1 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മാർച്ച് 15-ാം തീയതി എൻ്റെ കട ഞാൻ പൂട്ടി വീണ്ടും ഞാൻ ജോലിയില്ലാതെ ഭവനത്തിലിരുന്നു, ഉടമ്പടിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, ചേട്ടൻ നമുക്ക് ജോലിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, നമ്മുടെ മുൻപോട്ടുള്ള കാര്യങ്ങൾ കടബാധ്യത തീർക്കണം. അങ്ങനെ എൻ്റെ ഉള്ള വാഹനങ്ങളും വിറ്റ് കട മുഴുവൻ ഞാൻ തീർത്തു. അങ്ങനെ മാർച്ച് 31 ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഇസ്രയേലിൽ നിന്നൊരു വിളി വരണം. പക്ഷെ ആര് വിളിക്കും? ഒരു എംബസിയിലോ ഒരു ഏജൻസിയിലോ ഞാൻ പേര് ഒന്നും കൊടുത്തില്ല. ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 31-ാം തീയതി എനിക്കൊരു കോള് വരണം. അങ്ങനെ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് 31-ാം തീയതി രാവിലെയായി, ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി, രാത്രിയായി, 7:30 ആയപ്പോഴും ഞാൻ വൈഫിനോട് പറഞ്ഞു, ഒരു കോള് പോലും വന്നില്ലല്ലോ. നമ്മൾ ഡേറ്റ് എഴുതി ഇടുകയും ചെയ്ത്. പലവരും പറഞ്ഞു ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഡേറ്റ് എഴുതിയിട്ടിട്ടും എന്നെ നീ പരീക്ഷിക്കുകയാണോ? അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 7:35 ആയപ്പം എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെ ഒരു ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകാനായി എനിക്ക് താല്പര്യമുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറയാവോ? അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് വരികയും ഈ കോള് തരികയും അറ്റൻഡ് ചെയ്യുകയും ഞാൻ ചെയ്യുകയായിരുന്നു. അവിടെ തൊട്ട് എൻ്റെ പ്രോസസ്സിങ്ങുകളെല്ലാം തുടങ്ങി. യാതൊരു പൈസയുമില്ല. 19 ലക്ഷം രൂപ അടുത്തോളം വേണമെന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും ചിന്തിച്ചില്ല, എല്ലാം നടക്കും ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, അങ്ങനെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് ജൂണിൽ 2ാമത്തെ ഉടമ്പടിയിലോടുകൂടി ഞാൻ മുംബൈയിലേക്ക് പോയി ക്ലാസ് കൂടി. 2ാമത്തെ ഉടമ്പടി ഇരിക്കെ ചെയ്യുകയെ ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ പാലിച്ച എല്ലാ കാര്യങ്ങളും, പക്ഷേ 2ാമത്തെ ഉടമ്പടിയിൽ എനിക്ക് സാധിച്ചില്ല. പലതും മുടങ്ങിപ്പോയി. രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയും സമയം തെറ്റിയായിരുന്നു 2ാമത്തെ ഉടമ്പടി. ആദ്യം കത്തിയ പോലെ 2ാമത്തെ ഉടമ്പടി എനിക്ക് കത്തിയില്ല. ഞാൻ 2ാമത്തെ ഉടമ്പടി പൂർത്തീകരണത്തോടു കൂടി ഞാൻ വീണ്ടും ഇവിടെ വന്നു. മൂന്നാമത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് ആഗസ്റ്റ് 11-ാം തീയതിയാണ്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ
മൂന്നാമത്തെ ഉടമ്പടിയിൽ ഇവിടെ ഇരിക്കുന്ന അസൈൻമെൻറ്റിൽ എനിക്ക് എത്ര മാർക്കാണോ അതിൽ കൂടുതൽ മാർക്ക് എനിക്ക് കൂട്ടിയാൽ കിട്ടണം അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി തിരിച്ചിറങ്ങി ഉടമ്പടി കൂടി ഞാൻ തിരിച്ച് ഇവിടെ വന്ന് ഓരോ സാർമാരുടെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഒരു സിസ്റ്ററിനെ കണ്ടു. സിസ്റ്ററിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിങ്ങനെ ഇസ്രയേലിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്കൊന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥന. ഇതുവരെ എനിക്ക് ഇൻ്റർവ്യൂ വന്നില്ല. ഒരു മാസത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ വന്നതാണ്. ആരും വിളിച്ചില്ല. എല്ലാ കാര്യങ്ങളും പ്രോസസ്സിങ്ങെല്ലാം കഴിഞ്ഞു. എൻ്റെ കൂട്ടുകാർക്കെല്ലാം വന്നു. 1.5 മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചില്ല. അപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞ് ഇത്രയും തിരക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിനക്ക് ഉടനെ അച്ഛനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, താഴേക്ക് ചെന്നിട്ട് അമ്മയുടെ മുൻപേ നിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നീട്ടിട്ട് പറഞ്ഞണം. ഏറ്റെടുക്കുക അമ്മയെ എന്ന് നീ ഉറച്ച് വിളിച്ച് പറഞ്ഞിട്ട് നീ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുക, നിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഓഗസ്റ്റ് 11-ാം തീയതി ഞാനിവിടെ വന്ന് അമ്മയോട് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോയി വീണ്ടും പ്രാർത്ഥനയിലിരുന്നു. ഓഗസ്റ്റ് 11 കഴിഞ്ഞു. വീണ്ടും പ്രാർത്ഥനയിലിരുന്നു, പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർത്തി. അങ്ങനെ ഓഗസ്റ്റ് 19-ാം തീയതി ഞാൻ രാവിലെ തൊട്ടിരുന്ന ഒരു പ്രതീക്ഷയുണ്ട്, വിളിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. 11 മണിയായപ്പം എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. റെഡിയായിരിക്കുക, വീഡിയോ കോൾ റെഡിയായിരിക്കുക. അങ്ങനെ വീഡിയോ കോളാണ് വന്നത്. ഫസ്റ്റ് കോൾ ഏജൻസിയുടെ, ഇസ്രയേലിൻ്റെ. പക്ഷേ എൻ്റെ ദൈവം അവിടെ എന്നെ തോൽപ്പിച്ച പോലെ ആയിപ്പോയി. അതിന് മുന്നേ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഈ കോള് വരുന്നൊന്നും കണ്ടില്ല. 2 പ്രാവശ്യം എൻ്റെ ഫോണിലേക്ക് 10 മിനിറ്റ് മുന്നേ റെഡിയായിരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും 12:30 വിളിച്ചു, 1:30 വിളിച്ചു. അങ്ങനെ സമയം മാറി വിളിച്ചു. ഞാൻ സുഖനിദ്രയിൽ കടന്നുറങ്ങി. പക്ഷേ ഞാൻ ഈ കോളുകളൊന്നും കണ്ടില്ല. വൈകുന്നേരം 6 മണിയായപ്പോൾ 5:45 സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കോൾ ഫോണിൽ കാണുന്നത്. വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ കൂടെയുള്ളവരെല്ലാം ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊക്കെ കോള് വന്നല്ലോ, നിനക്ക് വന്നില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ തന്നെ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, ആ വന്ന മെസ്സേജിലേക്ക് ഇങ്ങനെ ഇടുക, ഐ ആം സോറി, ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഞാനിങ്ങനെ എഴുതിയിട്ടു. ഞാൻ വളരെ ഇതോടുകൂടി പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് മാത്രം എന്തു പറ്റി, ഞാൻ ഉറങ്ങിപ്പോയില്ല. ഇത്രയും ദിവസം ഞാൻ ഉണർന്നിരുന്നു, ആ സമയമായപ്പോൾ എന്നെ ഉറക്കിക്കളഞ്ഞുവല്ലോ. വീണ്ടും രാത്രിയോളം 10 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, കോള് വരും. ആ സമയം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം 20-ാം തീയതി ഞാൻ ഇതുപോലെ 11 മണി ആയപ്പോൾ ഞാൻ വീണ്ടും ഒരുങ്ങിയിരുന്നു. 12 മണിയായപ്പം ഡയറക്റ്റ് കോള് വിളിക്കുകയാണ്. പക്ഷേ ആ ഒരു കോള് ഏജൻസിയുടെ മാത്രമല്ലായിരുന്നു, എന്നെ തിരഞ്ഞെടുത്ത ഫാമിലിയും കൂടി ഗ്രൂപ്പ് കോളായിട്ടാണ് എന്നെ വിളിച്ചത്. തക്ക സമയത്ത് ഞാൻ ആ കോൾ എടുത്തു, അറ്റൻഡ് ചെയ്തു. പക്ഷേ അവർ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന രീതിയിലാണ്, എനിക്ക് ബേസിക് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല കൈ പിടിച്ചുകൊണ്ട് ഉപ്പ് വിതറി ആദ്യം തന്നെ ഞാൻ വീഡിയോയുടെ മുന്നിൽ ഇരുന്നോട് പ്രാർത്ഥിച്ചു. സ്വർഗാരോഹണ ദൈവമേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ഇരിക്കുകയാണ്. എനിക്ക് യാതൊന്നും ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും പറ്റുന്നില്ല, ബേസിക് മാത്രമേ എന്നെ ഇവരുടെ മുന്നിൽ പിടിച്ചു നിർത്തുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്ന് ഞാൻ വിശ്വാസപ്രമാണം ഉറച്ചു ചൊല്ലിയ സമയത്ത് എന്നോട് പറഞ്ഞു ഞങ്ങൾ റെഡിയാകുവാണ്, നീ റെഡി ആയിക്കൂ എന്ന് പറഞ്ഞു. ആ സമയം കൂടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റ് മുന്നേ തന്നെ അവരെന്നോട് ചോദിച്ചു ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയാൻ പറ്റി. ഒരു 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ചോദ്യത്തിന് ഞാൻ സ്റ്റക്കായി പോയപ്പോൾ ഞാൻ ചിരിച്ചിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചിരിച്ചു തന്നെ ഇരുന്നു. ഭയപ്പെട്ട് എൻ്റെ കാലുകളെല്ലാം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ ഇരിപ്പിൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, ഞാൻ എന്ത് മറുപടി പറയും? ചിരിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഇരുന്നു. എന്നോട് പറഞ്ഞു പോയി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വാ, 5 മിനിറ്റ് വീണ്ടും ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും വെള്ളം കുടിച്ച് ഞാൻ വന്നിരുന്നു. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. നിനക്ക് പേഷ്യൻ്റ് റെഡിയാണ്, നിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു, നീ ജെനുവിനാണ്, നിനക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു, നിന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ സമയം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഇനി എന്താണ് ഇവർ പറയുന്നത്? അങ്ങനെ കോൾ കട്ടായി പോവുകയാണ്. വീണ്ടും എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് കോൾ ഇന്ന് വിളിച്ചിരിക്കുന്നു, നിങ്ങളെ വിളിച്ചിട്ട് എന്തായി? ഞങ്ങളാരും സെലക്ട് ആയില്ല. അങ്ങനെ ഞാൻ വീണ്ടും ആ ആഴ്ച കഴിഞ്ഞു. 26-ാം തീയതി ഓഗസ്റ്റ് 26-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ 6 പൊതി ചോറ് വെച്ച് ഞാൻ വീട്ടിൽ രാവിലെ അമ്മയോട് പറഞ്ഞു നമുക്ക് കോട്ടയത്തുള്ള നഗരത്തിൽ നിർധനരായ ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും 6 പൊതി ചോറ് കൊണ്ട് കൊടുക്കാം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എൻ്റെ ജന്മദിനമായിക്കൊണ്ട് ഞാൻ 6 പൊതി ചോറ് 6 നിയോഗങ്ങൾ മേൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കോട്ടയം നഗരം വഴി നടന്നു. നിർധനരായ 6 പേരെ കണ്ടെത്തി ഞാൻ അവർക്ക് കൊടുത്തു. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമുണ്ടാകണമേ. വിളിച്ച ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരാഴ്ചയാകുകയാണ്. അങ്ങനെ വൈകുന്നേരം 7:30 കഴിഞ്ഞ് 8 കൂടിയായപ്പം എന്നെ വിളിക്കുന്നു.
എൻ്റെ വിസായും എൻ്റെ മദാഷായും എൻ്റെ ജോബ് ഓർഡറും റെഡിയായി, നീ എത്രയും വേഗം ഇവിടുന്ന് കയറിപ്പോരുക എന്ന്. അങ്ങനെ ഞാൻ യേശുവിനോട് നന്ദി പറഞ്ഞു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇത്രത്തോളം നടന്നാലും ഇനിയും എനിക്ക് വേണം 19 ലക്ഷം രൂപ വേണം എനിക്ക് പോകാൻ. പക്ഷേ പൈസയും റെഡിയായില്ല, കയറി പോകാനും പറയുന്നു. അങ്ങനെ ഞാനിന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വൈകിട്ട് 10 മണിയോടുകൂടി ഞാനും എൻ്റെ അമ്മയും കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ കാശ് രൂപം നീട്ടി ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ, ഈ 19 ലക്ഷം രൂപയിൽ ഞാൻ എങ്ങനെ ഇത് തിരിച്ചു കൊടുക്കും അവർക്ക്? എനിക്ക് സമയത്തിന് കയറിപ്പോവുകയും ചെയ്യണമല്ലോ, എന്ത് ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചു. ആ രാവിലെ 5 മണി വരെ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. എല്ലാം എൻ്റെ അമ്മ കേട്ടു. അങ്ങനെ കഴിഞ്ഞ ഞായറായി, തിങ്കളായി, ചൊവ്വാഴ്ചയായി എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, നീ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, നിൻ്റെ കാര്യം നടത്തിക്കൊള്ളാം, നീ നേരെ കയറിപ്പൊക്കോളുക, പൈസ ഞാൻ തന്നോളാം. അങ്ങനെ ഞാൻ ഈ വരുന്ന ബുധനാഴ്ച ഞാൻ കയറിപ്പോവുകയാണ്. ഇസ്രയേൽ എന്ന ദേശത്ത് ടെല്ലവീവ് എന്ന സ്ഥലത്ത് പെറ്റ്വാറ്റിക്കോ എന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ വഴിയായി ഈ കിട്ടിയ എനിക്ക് അനുഗ്രഹത്തിന് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. ഈ ദേശത്ത് വന്നതുകൊണ്ട് കണ്ണീരോടുകൂടി ഞാൻ വന്നു. സന്തോഷത്തോടെ ഞാൻ ഈ അൽത്താരയിൽ നിൽക്കുന്നു. 1000 നന്ദി അമ്മയ്ക്കും പരിശുദ്ധ ദൈവകുമാരനും. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 9-ാം തിരുവചനം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നവിടുന്ന് പറയും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റും. ദൈവത്തിൻ്റെ അതിമനോഹരമായ വാഗ്ദാനമാണ് നാം ഏശയ്യാ പ്രവാചകനിലൂടെ കേട്ടത്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നാണ് ഓരോ തിരുവചനവും നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ഉടമ്പടിയിലൂടെ നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ എന്തുമാത്രം ദൈവം വിശ്വസ്തനാണ്, എന്നാൽ നമ്മുടെ വാഗ്ദാനങ്ങളിൽ, ആ ഉടമ്പടിയിൽ നമ്മുടെ വാഗ്ദാനങ്ങളിൽ നാം എന്തുമാത്രം വിശ്വസ്തരാണെന്നാണ് നാം ചിന്തിച്ചു നോക്കേണ്ട, മാറ്റുരച്ച് നോക്കേണ്ട ഒരു പോയിൻ്റ്. നോബിൾ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ പ്രത്യാശയോടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു നല്ല സുഗന്ധം നൽകി പരിശുദ്ധ അമ്മ സാമീപ്യം നൽകി അനുഗ്രഹിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സുഗന്ധാഭിഷേകത്തിലൂടെ നമുക്ക് തീർച്ചയായും പരിശുദ്ധ അമ്മ സാമീപ്യം നൽകി അനുഗ്രഹിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അദ്ദേഹം മാർച്ച് 31 ഒരു ഡേറ്റ് ഇട്ട് വൈകിട്ട് വരെ രാവിലെ മുതൽ ആ ഡേറ്റിന് വേണ്ടി ഈശോയെ കാത്തിരുന്നു എന്നാണ് പറഞ്ഞത്. പരിശുദ്ധ അമ്മ ഈശോയോട് നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രാത്രി 12 മണിക്ക് മുൻപ് തന്നെ ഈശോ നമ്മെ വിളിച്ചിരിക്കുമെന്നുള്ളതാണ് ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ ഉറപ്പ്, വിശ്വസ്തത. പരിശുദ്ധ അമ്മയുടെ ആ കോൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഇസ്രായേലിലേക്ക് പോകാനുള്ള ആ വിളി അദ്ദേഹത്തിന് ലഭിച്ചു. അതിനെ തുടർന്നും ഉണ്ടായ പരീക്ഷണങ്ങളും പരീക്ഷാ സമയങ്ങളും എല്ലാം തരണം ചെയ്യാൻ പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി ജീവിതം അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉടമ്പടി വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗമാണ് അദ്ദേഹം നൽകിയ വേറൊരു സാക്ഷ്യ സ്ഥിരീകരണം. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ ഉടമ്പടി വസ്തുക്കൾ അവിടെയെല്ലാം വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ധൈര്യം ലഭിക്കാനായി ഞാൻ പരിശുദ്ധ അമ്മയെ കൂട്ടിനിരുത്തി. അവർ പറയുന്നത് പലതിനും ഞാൻ വളരെ സ്റ്റക്കായി പോയി, എനിക്ക് ഉത്തരമില്ലാതെ പോയി. ഞാൻ വളരെ പുഞ്ചിരിയോടെ അതിനെല്ലാം നേരിട്ടു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഒരു ധൈര്യം, നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എന്തിനേയും നമ്മുടെ ഭാരപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയാണ് നമുക്ക് ലഘൂകരിക്കുവാനുള്ള കൃപ നൽകുന്നത്. നമുക്കെപ്പോഴും നമ്മുടെ ഉടമ്പടി വസ്തുക്കളെ ആക്ടിവേറ്റ് ചെയ്യാൻ ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയതുകൊണ്ട് മാത്രം അത് ആക്ടിവേറ്റ് ആകുന്നില്ല. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മുടെ ആ ഉടമ്പടി വസ്തുക്കളുടെ ആ പ്രയോഗം. അത് എല്ലായിടത്തും എപ്പോഴും പ്രായോഗികമാണ്. ആ പദ്ധതി വളരെ നന്നായി തന്നെ പരിശുദ്ധ അമ്മ 2004 നമുക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, 6 നിയോഗങ്ങളുടെ മേൽ ഞാൻ 6 പൊതി ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ ഓരോ കൊച്ചു കാര്യത്തിലും നമ്മുടെ നിയോഗങ്ങളെയും മറ്റുള്ളവരുടെ നിയോഗങ്ങളെയും നാം കണ്ടുമുട്ടുന്നവരെയും നാം സമീപിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ ഒരു ആസ്തി അവിടെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ലഭിക്കുകയാണ്.
ഈശോ നമ്മെ ക്ഷണിക്കുന്നത് നിത്യതയിലേക്കാണ്. നമുക്കൊരു ജോലി കിട്ടുന്നതോ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നതോ അല്ല. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചിരിക്കുന്നത് നമ്മുടെ നിത്യതയോളം അവിടെ എത്തിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം. നമ്മെ എപ്പോഴും നിത്യതയോളം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ കൈപിടിച്ചുകൊണ്ട് നമ്മെ വഴി നടത്തും. ഈ ഒരു നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.